സ്റ്റോറി മന്ദിരത്തിലേക്ക് സ്വാഗതം. ഗരുഡ പഞ്ചമി ഭാഗം 5. കറിയാച്ചന് തന്നെ ഒട്ടും പിടിച്ചിട്ടില്ലെന്ന് അയാൾ വന്നു കയറിയ നിമിഷം തന്നെ രുദ്രൻ നമ്പൂതിരിക്ക് മനസ്സിലായതാണ്. പക്ഷെ അദ്ദേഹം അത് പ്രകടിപ്പിച്ചില്ല. വരട്ടെ, സമയമാകുമ്പോൾ കറിയാച്ചനല്ല അവന്റെ വല്യപ്പച്ചൻ തന്നെ ബഹുമാനിക്കുന്നത് കാട്ടിത്തരാം. അപ്പോൾ തന്നെ മനസ്സിൽ അങ്ങനെ കുറിച്ചിടുകയും ചെയ്തു. അയാളുടെ മട്ടുമാതിരിയും ഒരു തരത്തിലും രുദ്രന് പിടിക്കുന്നില്ല. മനുഷ്യനെ കണ്ടിട്ടില്ലാത്ത കാട്ടുജന്തുവിന്റെ മട്ടിലുള്ള ഒരു മുരടൻ സ്വഭാവം, പെരുമാറ്റം അതിലേറെ വഷളത്തരവും. നമ്പൂതിരി എന്ന് പറയുന്നതേ പുച്ഛമായ രീതിയിലാണ്. പൂജ നടക്കുന്ന ഭാഗത്തേക്ക് അവജ്ഞതയോടെ നോക്കൂ. തന്നെ കാണുമ്പോഴൊക്കെയുള്ള അയാളുടെ തുറിച്ച നോട്ടം രുദ്രനെ കോപം കൊള്ളിച്ചു. എടാ കുഞ്ഞേനച്ച, ഇത്തരം കള്ളത്തിരുമേനിമാരെ വീട്ടിനകത്ത് കയറ്റാൻ കൊള്ളാമോടാ? അയാളെ നീ എന്തിനാടാ ഇവിടെ കുടിയിരുത്തിയിരിക്കുന്നത്? നിന്റെ കാശ് മുഴുവൻ അമുക്കാൻ വന്നിരിക്കുന്ന ഏതോ കള്ളസന്യാസിയാടാത്. നിന്റെ പ്രശ്നം പരിഹരിക്കാൻ നമ്മുടെ സമുദായത്തിൽ നല്ല മണിമണി പോലുള്ള അച്ഛന്മാരുണ്ടല്ലോ. 4 പേര് കെട്ടാൻ നിന്നെ മാത്രമല്ല എന്നെയും കുറ്റം പറയത്തില്ലയോടാ? മുറിക്കകത്ത് വെച്ചായിരുന്നെങ്കിലും കറിയാച്ചന്റെ ഇടിവെട്ടുന്ന പോലുള്ള ശബ്ദം തിരുമേനിയുടെ കർണങ്ങളിലുമെത്തി. ഒന്ന് പതുക്കെ പറ ചേട്ടായി, അങ്ങേരെ കേൾക്കാതെ. ചേട്ടൻ കരുതും പോലൊന്നുമല്ല. ഇവിടത്തെ കാര്യങ്ങൾ ഞാൻ എത്ര നോക്കിയതാ. ഒന്നയഞ്ഞു നിന്നപ്പം അവര് തൊമ്മി അങ്ങ് കൊണ്ടുപോയി. ഇവിടെ ജീവൻ പണയം വെച്ചേച്ചാ ഞാൻ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. കുഞ്ഞനച്ഛൻ ശബ്ദമടക്കി ചേട്ടനോട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്നും മറച്ചില്ല, വിശദമായി തന്നെ പറഞ്ഞു കേൾപ്പിച്ചു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ചിന്താഭാരത്താൽ 2 നിമിഷം നെറ്റിയിൽ ചുളിവുകളോടെ കറിയാച്ചനിരുന്നു. ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്ന കുന്തമാ കൂടിയിരിക്കുന്നത്. ഇതിങ്ങനെയൊക്കെ വന്ന് കലാശിക്കുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല. പക്ഷേ ഇങ്ങനെയൊക്കെയാ വന്ന് ഭവിച്ചത്. ഞാൻ എത്ര അച്ഛന്മാരെ കണ്ടതാ, ഒരു രക്ഷയുമില്ല. ഇപ്പോൾ തന്നെ ഇദ്ദേഹം 2 കാര്യമാ പറഞ്ഞത്. ഒന്നുകിൽ ഈ വളപ്പിൽ ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ച് ബ്രഹ്മരക്ഷസിനെ കുടിയിരുത്തുക, അല്ലെങ്കിൽ മന്ത്രവാദത്തിലൂടെ ഒഴിപ്പിക്കുക. ക്ഷേത്രം പണിയാൻ മനസ്സിലാഞ്ഞിട്ടാണ് ഞാൻ രണ്ടാമതത്തിന് സമ്മതിച്ചത്. നമ്പൂതിരിയുടെ പ്രേതത്തെ ഒരു നമ്പൂതിരി തന്നെ ബന്ധിക്കുന്നതാ ഭംഗി. കുഞ്ഞനച്ഛൻ ചേട്ടന് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കി കൊടുക്കുകയാണ്. അതേതായാലും നന്നായടാ. ഈ പുരയിടത്തിലൊരു അമ്പലം പണിയുകയെന്ന് വെച്ചാൽ അതിൽ പരം ഒരു നാണക്കേട് വേറെയുണ്ടോ? ഇയാൾ പറഞ്ഞത് മുഴുവൻ നീ വിശ്വസിക്കോ? നീ ചെയ്തതേ ബുദ്ധിയല്ല. അതുപോട്ടെ, ഇയാൾ ഇത് ഒഴിപ്പിക്കുമെന്നെന്തിനാ ഒരു ഉറപ്പ്? കറിയാച്ചന് തിരുമേനിയെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ലക്ഷണം കണ്ടിട്ട് അങ്ങനെയാ തോന്നുന്നത്. രുദ്രൻ തിരുമേനി ഇവിടെ വന്നതിനു ശേഷം യാതൊരു ശല്യവുമില്ല. എന്തിനാ വേറെ ശല്യം? അയാളുണ്ടല്ലോ. കറിയാച്ചൻ ഉറക്കെ ചിരിച്ചു, മുള പൊട്ടിപ്പൊളരുന്ന ശബ്ദത്തിൽ. ഏതായാലും ഞാൻ ഒരാഴ്ച കഴിഞ്ഞേ പോകുന്നുള്ളൂ. ഞാനിവിടെ ഇവിടെ ഉള്ളപ്പോൾ രക്ഷസിനെ തളയ്ക്കാൻ നീ അയാളോട് പറഞ്ഞേരെ. അല്ലെങ്കിൽ ഞാൻ പോകുന്നതിന് മുൻപേ അയാളെ ഞാൻ ഓടിക്കും. ചക്രം വെറുതെ വല്ലവരും തിന്നോണ്ടു പോകുന്നത് ശരിയല്ലടാ കുഞ്ഞേന. അതും തിരുമേനി കേട്ടു. കൂടുതൽ കേൾക്കാൻ നിൽക്കാതെ തിരുമേനി മുറിയിലേക്ക് കയറിപ്പോകും. ഇവിടെ കറിയാച്ചനും ഒരു അനുഭവം ഉണ്ടാക്കണം. എന്നാലേ അയാൾ പഠിക്കൂ, തന്നെ അംഗീകരിക്കൂ. വന്ന സ്ഥിതിക്ക് അത്ര വേഗം അയാളെ പറഞ്ഞേക്കുന്നത് ശരിയല്ല. കതിരുപോലത്തെ 2 പെൺകുട്ടികളെയും കൊണ്ടല്ലേ വന്നിരിക്കുന്നത്. തന്നെ അവഗണിക്കും പോലെ താനും തൽക്കാലം അയാളെ അവഗണിക്കുക. ഒരു സന്ധ്യയ്ക്ക് സമയമാകുമ്പോൾ തനിയെ കാൽക്കൽ വീഴ്ത്താം. എന്നാലും അയാളുടെ മനുഷ്യപ്പറ്റില്ലാത്ത സ്വഭാവം കടുകട്ടി തന്നെ. അതങ്ങനെ തുടരുന്നതും ശരിയല്ലല്ലോ. കറിയാച്ചനോട് ഇത് നയമാണ് എടുക്കേണ്ടതെന്ന് രുദ്രൻ ആലോചിച്ചു. 2 പെൺമക്കളും ലാലിയും ലിസിയും പൂജാമുറിയുടെ സമീപമൊക്കെ വന്ന് കൗതുകം കൊള്ളുന്നത് കണ്ടില്ലെന്ന് നടിച്ചു. 2 പെൺകുട്ടികളെ കാണുമ്പോൾ അറിയാതെ ദുർചിന്തകൾ വന്ന് നിറയുകയാണ്. മനസ്സിൽ സ്ത്രീ സംസർഗമുണ്ടായിട്ട് മാസങ്ങളായി. അതും ഇത്തരം കിളുന്നു പെൺകുട്ടികളെ ഒന്ന് തലോടിയിട്ട് കാലം എത്രയായി. കറിയാച്ചനോടുള്ള പക ഇവരിലൂടെ ആരംഭിക്കാം. അവർ വന്നതിന്റെ 2ാം ദിവസമായിരുന്നു. വിഷ്ണുനാരായണൻ നമ്പൂതിരിയിൽ നിന്ന് വാങ്ങിയ പുരയിടം കാണാൻ കുഞ്ഞനച്ഛൻ ചേട്ടനെയും ചേട്ടത്തെയും മക്കളെയും കൊണ്ട് പുരയിടത്തിലേക്ക് കയറുന്നത് രുദ്രൻ നമ്പൂതിരിപ്പാട് കണ്ടു. അയാളുടെ കണ്ണുകൾ പൊടുന്നനെ ഒന്ന് തിളങ്ങി. പുറത്തു നിൽക്കുകയായിരുന്ന തിരുമേനി വേഗം പൂജാമുറിക്കുള്ളിലേക്ക് കയറി. പരിസരത്തെങ്ങും ആരുമില്ല. നല്ല സമയം, നല്ല മുഹൂർത്തം, സന്ധ്യയാകുന്ന നേരം. തിരുമേനി തിടുക്കത്തിൽ നിലവിളക്ക് കൊളുത്തി ആവണിപ്പലകയിൽ ചമ്രം പടിഞ്ഞിരുന്നു. ഏതോ മന്ത്രങ്ങൾ മനസ്സിൽ നിന്ന് അതിദ്രുതം ഉറവെടുക്കാൻ തുടങ്ങി. മന്ത്രം ചൊല്ലിന് അവസാനം പൂജാദ്രവ്യങ്ങളിൽ എന്തോ ഒന്ന് പൊതിഞ്ഞു കെട്ടിക്കൊണ്ടുവന്ന ഒരു ചാക്കുനൂൽ കഷ്ണം കയ്യിൽ നിവർത്തിപ്പിടിച്ചു. ചുണ്ടോട് ചേർത്ത് പിടിച്ച് ആ നൂലിലേക്ക് അദ്ദേഹം 3 വട്ടം ഊതി. പിന്നെ 2 കൈകളും കൂട്ടി നൂല് നിലക്കുവിളക്കിടിന് മുന്നിലേക്ക് നിലത്തേക്ക് മെല്ലെ വെച്ചു. വലതുവശത്തിരുന്ന കിണ്ടിയിൽ നിന്ന് വിരൽമുക്കി 3 വട്ടം നീരി വീഴ്ത്തി. പൊടുന്നനെ
നൂലിന് ജീവൻ വെക്കുന്നു. ആണ് നിമിഷം തടിച്ചു വളരുന്നു. അതു പിന്നെ ഒരു സർപ്പത്തെ പോലെ പൂജാമുറിയിൽ നിന്ന് കുതിച്ചു പുറത്തേക്കിഴയുന്നു. വാതിൽ കടന്ന് അത് മുറ്റത്തേക്കും പിന്നെ പുതിയ പുരയിടത്തിലേക്കും ഇഴഞ്ഞു നീങ്ങാൻ തുടങ്ങിയപ്പോൾ ഒന്നും അറിയാത്ത ഭാവത്തിൽ തിരുമേനി പുറത്തേക്ക് വീണ്ടും ഇറങ്ങി നിന്നു. തെല്ല് നേരമേ കഴിഞ്ഞുള്ളൂ. പുരയിടത്തിൽ നിന്ന് ലാലിയുടെ ഒരു ആർത്തനാദം ഉയർന്നു. കുഞ്ഞനാച്ചനും കറിയാച്ചനും നടുക്കത്തോടെ തിരിഞ്ഞു നോക്കുമ്പോൾ ലാലി കാലിൽ ചുറ്റിയ പാമ്പിനെ കുടഞ്ഞെറിയാൻ തത്രപ്പെടുകയാണ്. അയ്യോ പാമ്പ്! കറിയാച്ചന്റെ കാട്ടു സ്വഭാവം അവിടെയും പ്രകടമായി. അയാൾ ലാലിയുടെ സമീപത്തേക്ക് പാഞ്ഞു വന്നു. പാമ്പിനെ കൈകൊണ്ട് പിടിച്ച് ഞെരിച്ചു കൊല്ലാനായിരുന്നു മനസ്സിലെ പദ്ധതി. പക്ഷെ കറിയാച്ചൻ തൊട്ട മാത്രയിൽ അത് പിടഞ്ഞിഴഞ്ഞ് അടുത്ത കുട്ടിക്കാട്ടിലേക്ക് പലായനം ചെയ്തു. ലാലി തളർന്നു വീഴുകയാണ്. കുഞ്ഞനാച്ചൻ അവിടെ താങ്ങിപ്പിടിച്ചു. എടാ, അടുത്തെവിടെയാ വിഷാരിയുള്ളത്? കടിച്ചത് നല്ല ഇനമാണെന്ന് തോന്നുന്നു. ഇത്തരമൊരെണ്ണത്തിനെ ഞാൻ കട്ടപ്പനയിലെങ്ങും കണ്ടിട്ടില്ല. തിരുമേനി ഇവിടെയുള്ളത് നന്നായി. അദ്ദേഹം പ്രശസ്തനായ ഒരു വിഷഹാരിയും കൂടിയാണ്. നമുക്ക് അങ്ങേരോട് ചോദിച്ചിട്ട് മതി ബാക്കി കാര്യം. കുഞ്ഞനാച്ചൻ ലാലിയെയും കൊണ്ട് പൂജാമുറിയുടെ നേരെ പാഞ്ഞു. നല്ല തൃപ്തിയില്ലെങ്കിലും കറിയാച്ചനും അനുഗമിച്ചു. മകളുടെ അപ്പോഴത്തെ നില കണ്ടപ്പോൾ മറിച്ചൊന്നും പറയാനും തോന്നിയില്ല. മറ്റെവിടേക്കെങ്കിലും കൊണ്ടുപോകാനുള്ള സമയമില്ല എന്നതാണ് പ്രധാനം. പാമ്പുകളെക്കുറിച്ച് കട്ടപ്പനയിൽ തോട്ടങ്ങളുടെ അരികിൽ താമസിക്കുന്ന കറിയാച്ചനോടൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അവർ ചെല്ലുമ്പോൾ രുദ്രൻ നമ്പൂതിരി ഒന്നും അറിയാത്ത ഭാവത്തിൽ നിലത്ത് നിന്നൊരു ചാക്കുനൂലെടുത്ത് ഏതോ പൊതി കെട്ടുകയാണ്. ഇത്ര വേഗം ആ നൂല് തിരിച്ച് അദ്ദേഹത്തിന്റെ അരികിൽ എത്തിക്കഴിഞ്ഞുവോ? തിരുമേനി രക്ഷിക്കണം. മോൾക്കൊരു അപകടം അടഞ്ഞു. കുഞ്ഞനാച്ചൻ മുറിയിലേക്ക് ഇടിച്ചു കയറി. എന്തുപറ്റി കുഞ്ഞനച്ച? വിഷബാധയാണെന്ന് തോന്നുന്നുവല്ലോ. കുട്ടിയുടെ നിറം മാറിയിരിക്കുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് തിടുക്കമൊന്നും കാട്ടാതെ രുദ്രൻ നമ്പൂതിരി മെല്ലെ എണീറ്റു. ഇതെങ്ങനെ സംഭവിച്ചു? തിരുമേനി വാതിൽക്കൽ മിഴിച്ചു നിൽക്കുന്ന കറിയാച്ചനെ ഒന്നും ശ്രദ്ധിക്കാതിരുന്നില്ല. ആ പുരയിടത്തിൽ വെച്ച് ഏതിനമാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. കുഞ്ഞനാച്ചൻ കരച്ചിലിന്റെ വക്കോളം എത്തിയിരിക്കുന്നു. പുരയിടത്തിൽ കയറുന്ന ഓരോരുത്തർക്കും എന്തെങ്കിലും ഒരു അപകടം അച്ചട്ടമാണ്. തന്റെ കുടുംബത്തിൽപ്പെട്ടവർക്ക് മാത്രമേ അത് സംഭവിക്കുന്നുമുള്ളൂ. ഇപ്പോഴിതാ ചേട്ടന്റെ മകൾക്കും. കുട്ടിയെ ആ കട്ടിലിൽ കിടത്തൂ, തിരുമേനി നിർദ്ദേശിച്ചു. കുഞ്ഞനാച്ചൻ തിരുമേനിയുടെ കട്ടിലിൽ ലാലിയെ കിടത്തി. തിരുമേനി അവളുടെ ശരീരത്തെ സ്പർശിക്കാതെ ഒരു വട്ടം പരിശോധിച്ചു. ഉത്കണ്ഠ മുഖത്തണിഞ്ഞുകൊണ്ട് പൊടുന്നനെ തിരിഞ്ഞു നിന്ന് അദ്ദേഹം പറഞ്ഞു, കുഞ്ഞനാച്ച, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ഞാൻ ശ്രമിക്കാം, രക്ഷപ്പെടുത്തുകയും ചെയ്യാം. നിങ്ങൾ കുറെ ദൂരം മാറി നിന്നോളൂ. ഈ കുട്ടിയെ ദംശിച്ച് സർപ്പം പടികയറി വരുമ്പോൾ എനിക്കൊരു മുന്നറിയിപ്പ് നൽകണം. കടിച്ചതേതായാലും അതിനെക്കൊണ്ട് വിഷം തിരിച്ചെടുപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. കുഞ്ഞനാച്ചൻ കൈകൾ കൂപ്പി നിന്നു. കറിയാച്ചൻ അസ്വസ്ഥതയോടെ നിന്നു. കുഞ്ഞനാച്ചൻ ആംഗ്യം കാട്ടിയതനുസരിച്ച് ഇരുവരും, ഒപ്പം ലിസിയും മറ്റു ബന്ധുക്കളും പൂജാമുറിയുടെ വാതിൽക്കൽ നിന്ന് കഴിവതും അകന്നു നിന്നു. ഇടയ്ക്ക് വന്നാരും തടസ്സപ്പെടുത്തരുത്. ഞാനൊരു പൂജ ചെയ്യാനൊരുങ്ങുകയാണ്. ഗൗരവത്തിൽ അറിയിച്ചിട്ട് തിരുമേനി പൂജാമുറിയുടെ വാതിൽ ചാരി. ഉള്ളിൽ ഉറഞ്ഞു ചിരിക്കുകയായിരുന്നു അയാളപ്പോൾ. മുറിയിലെ മറ്റ് ജാലകങ്ങളും രുദ്രൻ അടച്ചു. നിഗൂഢമായൊരു പുഞ്ചിരിയോടെ തിരുമേനി മെല്ലെ ലാലിയുടെ സമീപത്തേക്ക് ചുവട് വെച്ചു. ഭയന്ന് തളർന്നു മയങ്ങിക്കിടന്ന ലാലിയുടെ വക്ഷോജം അതിദ്രുതം ഉയർന്നു താഴുന്നു. പ്രായത്തിൽ കവിഞ്ഞ മുഴുപ്പുള്ള അവയവങ്ങൾ. തിരുമേനിയുടെ കണ്ണുകൾ ആ മാറിലുടക്കി. കറിയാച്ച, ആദ്യം നീ ഇതുകൊണ്ട് തൃപ്തിപ്പെടുക, ബാക്കി പിന്നീട്. തിരുമേനി ഇപ്പോൾ ലാലിയുടെ തൊട്ടടുത്തെത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വലതുകൈ മെല്ലെ ഉയർന്നു. അവളുടെ പൂവ് പോലെ തുടുത്ത കപോലങ്ങളിൽ ആ പരുക്കൻ വിരലുകൾ മെല്ലെ ഇഴഞ്ഞു. കവിളുകളിൽ നിന്ന് വിരലുകൾ വളരെ മെല്ലെ താഴേക്കിടുകയാണ്. കഴുത്തിൽ നിന്ന് മാറിലേക്ക്. മാറത്ത് ആ വിരലുകൾ ഒരു ഞൊടിയുടെ നിശ്ചലമായി. അത് പിന്നെ അവളുടെ ബ്ലൗസിന്റെ ബട്ടൺസിൽ തിരിപ്പിടിച്ചു. സീത ഒരു നിമിഷം സംശയിച്ചു നിന്നു. ഒരു നിമിഷം മാത്രം. പിന്നെ അവൾ പുഞ്ചിരിച്ചു. ഹൃദ്യമായൊരു പുഞ്ചിരി. വൃദ്ധയും പുഞ്ചിരിയോടെ അവളെ തന്നെ വീക്ഷിച്ചു നിൽക്കുകയാണ്. ഈ നാട്ടിലെങ്ങ് വൃദ്ധയെ കണ്ടിട്ടില്ലേ എന്ന് അവൾ അപ്പോൾ ആലോചിച്ചതേയില്ല. വെന്നിമല ക്ഷേത്രത്തിന്റെ തിരുനടയിലേക്ക് ഏതെല്ലാം നാടുകളിൽ നിന്നാണ് ഭക്തരെത്തുന്നത്. എവിടെ വെച്ചെങ്കിലും എന്നോ പരിചയമുള്ളയാളാണെന്ന് വരരുതോ. വൃദ്ധയുടെ സമീപത്തേക്ക് ചുവട് വയ്ക്കുമ്പോൾ സീത ആലോചിച്ചത് അങ്ങനെയാണ്. ചിലപ്പോൾ അച്ഛനെ അറിയാവുന്നവരായിരിക്കാം, അല്ലെങ്കിൽ അമ്മയെ. ക്ഷേത്രഭരണ സമിതിയിലൊക്കെ സജീവമായി പ്രവർത്തിക്കുന്ന അച്ഛനെ അറിയുന്നവർ പയ്യപ്പാടിയിലുള്ളവർ മാത്രമല്ലല്ലോ. പരിചയക്കാരെ വകവച്ചില്ലെന്ന് നാളെ ഒരിക്കൽ ആരും പരാതി പറയാനിടവരുത്. കണ്ടിട്ട് പ്രൗഢയായ ഒരു വല്യമ്മ തന്നെ. മോൾ എവിടെ പോകുന്നു? സീതയുടെ കയ്യിലെ പാൽപാത്രത്തിലും
ഒപ്പം അവളെയും കൗതുകത്തോടെ നോക്കിക്കൊണ്ട് താല്പര്യത്തോടെയാണ് അന്വേഷണം. മാധവൻ നമ്പൂതിരിക്ക് പാല് കൊടുക്കാൻ ഇവിടെ അടുത്ത് തന്നെയാണ്. സീത സത്യം പറഞ്ഞു. എന്തുകൊണ്ടോ വൃദ്ധയെ അവൾക്ക് നന്നേ പിടിച്ചു. ഓ, ഗുഹയിലെ മാന്ത്രികന് അല്ലേ? അറിയാമെന്ന മട്ടിൽ വൃദ്ധ തലകുലുക്കി. അത് സീതയ്ക്ക് മറ്റൊരതിശയമായി. അമ്മും അദ്ദേഹത്തെ അറിയുമോ? പിന്നെ അദ്ദേഹത്തെ അറിയാത്തവരാരാ ഉള്ളത്? മിടുക്ക മാന്ത്രികനല്ലേ? വൃദ്ധ അത് പറയുമ്പോൾ അവളെ സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. മാധവൻ നമ്പൂതിരെ സംബന്ധിക്കുന്ന പരാമർശം അവളെ ചിത്തയാക്കുന്നുണ്ടെന്ന് അവരറിഞ്ഞു. അവർ ഉള്ളിൽ പുഞ്ചിരി തൂകിയിരിക്കണം. 2-3 ദിവസമായി ഞാനാണ് അദ്ദേഹത്തിന് പാല് കൊടുക്കുന്നത്. അച്ഛനത് നിർബന്ധമാ, സീത പറഞ്ഞു. അതിനെന്താ, അതുകൊണ്ടല്ലേ കുട്ടിയെ ഇവിടെ വെച്ച് കാണാൻ എനിക്കും കഴിഞ്ഞത്. അബദ്ധം പിണഞ്ഞ മട്ടിൽ വൃദ്ധപ്പെടുന്നതിനെ സംഭാഷണം അവസാനിപ്പിച്ചു. വരൂ, ഞാനും അതുവഴി തന്നെയാ യാത്ര. നമുക്കൊരുമിച്ച് പോകാം. വൃദ്ധ നടന്നു തുടങ്ങി, ഒപ്പം സീതയും. കുറച്ചു ദൂരം തണ്ടിക്കഴിഞ്ഞപ്പോൾ സീതയ്ക്ക് എന്തോ ഒരു വല്ലായ്മ തോന്നി. ഒരു തലചുറ്റൽ പോലെ. അവളുടെ നെറ്റിയിൽ വിയർപ്പ് കിനിഞ്ഞു. ശരീരത്തിന് വല്ലാത്തൊരയവ്. മുന്നോട്ട് നടക്കാൻ കഴിയാത്തതുപോലെ അവൾ വേച്ചു പോകുന്നു. എന്താ, എന്തുപറ്റി കുട്ടി നിനക്ക്? ആ പാൽപാത്രം ഇങ്ങു തരൂ, ഞാൻ പിടിക്കാം. നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ താങ്ങിക്കോളൂ. വൃദ്ധ പാത്രത്തിന് നേരെ കൈനീട്ടി. യാന്ത്രികമായി അവൾ ആ പാത്രം വൃദ്ധയുടെ നേരെ നീട്ടി. ശരീരം വൃദ്ധയുടെ ശരീരത്തേക്ക് താങ്ങുകയും ചെയ്തു. അത്രയുമേ അവൾക്ക് ഓർമ്മയുള്ളൂ. നടക്കുകയാണോ നിൽക്കുകയാണോ എന്നവൾ ഒരു നിമിഷം മറന്നു. വൃദ്ധവേഷധാരിയായ രുദ്രന്റെ ദുർമൂർത്തിക്ക് ആ സമയം ഏറെയായിരുന്നു. കയ്യിലൊളിപ്പിച്ച ഇലപ്പൊതിയിൽ നിന്ന് എന്തോ ഒരു പൊടി വൃദ്ധ ആ പാൽപാത്രത്തിൽ നിക്ഷേപിച്ചു. പാൽ നിറമുള്ള ചൂർണം പാലുമായി ലയിച്ചു ചേരുകയും ചെയ്തു. വിജനമായിരുന്നു വീതി. ആരും ആ രംഗം കാണുകയുണ്ടായില്ല. നിമിഷ നേരത്തെ പാരവശ്യമുണ്ടായതുപോലെ തന്നെ സീതയിൽ നിന്ന് വിട്ടുമാറുകയും ചെയ്തു. പ്രജ്ഞയിൽ പ്രകാശം കതിരിട്ടപ്പോൾ ഉന്മേഷത്തോടെ അവൾ നിവർന്നു നിന്ന് നെറ്റിയിലെ വിയർപ്പ് തുടച്ചു. പാൽപാത്രം വൃദ്ധയുടെ കയ്യിൽ നിന്ന് തിരികെ വാങ്ങിച്ചു. എന്തു പറ്റിയെന്നറിയില്ല, ഒരു തലകറക്കം. അവൾ ക്ഷമാപണത്തോടെ പറഞ്ഞു. സാരമില്ല കുട്ടി. ആ, ഇനി കുട്ടി ആ വഴിക്കല്ലേ, ഞാൻ നേരെ പോട്ടെ. ഇനിയും വല്ലപ്പോഴും കാണാം. ശരിയായിരുന്നു. ഗുഹയിലേക്ക് തിരിയുന്ന മുക്കിലെത്തിക്കഴിഞ്ഞിരുന്നു അവർ. കൂനിപ്പിടിച്ച് അവർ അകന്നു കഴിഞ്ഞപ്പോഴാണ് താൻ അവരുടെ ഊരും പേരുമൊന്നും ചോദിച്ചില്ലല്ലോ എന്നവൾ കുണ്ഠിതപ്പെട്ടത്. ആ, സാരമില്ല, ഇനിയും അവരെ കാണാൻ കഴിയുമോയില്ല എന്നവൾ ആശ്വസിച്ചു. സീത ഗുഹാമുഖത്തെത്തി. പതിവ് രംഗം തന്നെ. മാധവൻ നമ്പൂതിരി ഓലക്കെട്ടുകൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു. കാൽപെരുമാറ്റം കേട്ടിട്ടാവണം. തല ഉയർത്തി അദ്ദേഹം ഒന്ന് നോക്കി. വീണ്ടും ഓലത്താളിലേക്ക് ശ്രദ്ധിക്കുകയും ചെയ്തു. സീത തറയിൽ പാൽമൊന്ത വെച്ചിട്ട് നിശബ്ദയായി കടന്നുപോയി. അവൾക്ക് മാധവനെ നന്നേ ഇഷ്ടമായി. പക്ഷെ എന്തെങ്കിലും ചോദിക്കാൻ ഭയം. തന്നോടെന്തെങ്കിലും സംസാരിച്ചേക്കുമെന്ന പ്രതീക്ഷയും അസ്ഥാനത്തെത്തി. അദ്ദേഹം എന്തെങ്കിലും തന്റെ വിശാലത്ത് വരുമെന്നും അപ്പോൾ എന്തെങ്കിലും ഉരിയാടാമെന്നും കരുതിയിരിക്കുകയാണ് സീത. അവൾ കടന്നുപോയി കഴിഞ്ഞാണ് പിഷാരടിയെക്കുറിച്ച് മാധവൻ ഓർത്തത്. വൈകുന്നേരം അവൻ കാത്തു നിൽക്കാതെ അദ്ദേഹത്തോട് ഒന്നിങ്ങ് വരാൻ പറഞ്ഞേക്കാമായിരുന്നു. ഓല മടക്കി വെച്ച് ഗുഹാമുഖത്ത് വരെ ഓടിച്ചെല്ലുകയും ചെയ്തു മാധവൻ. പക്ഷെ സീത അകന്നു കഴിഞ്ഞിരുന്നു. യൗവനയുക്തയാണെങ്കിലും ഒരു കുട്ടിയുടെ പ്രസരിപ്പോടെ ഓടിപ്പോവുകയാണവൾ. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ട്. ഭക്ഷണങ്ങൾ ശേഖരിക്കാൻ പുറത്തേക്കിറങ്ങേണ്ടി വരുന്നില്ല. അതാണ് തൽക്കാലം തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം. ഉദ്ദേശിച്ചിലുമധികം 2 ദിവസം മുൻപേ പാഠങ്ങൾ അവസാനിപ്പിക്കാനാവുമെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. പ്രഭാത ഭക്ഷണമാണ് സീത കൊണ്ടുവന്നിരിക്കുന്നത്. അത് ചൂടാറും മുമ്പേ കഴിക്കുക തന്നെ. മാധവൻ കാലും മുഖവും കഴിക്കുമെന്ന് പാൽമൊന്ത കയ്യിലെടുത്തു. അപ്പോൾ അസാധാരണമായി അയാളുടെ അരയിൽ കെട്ടിയിരുന്ന രക്ഷ ഒന്ന് വിറച്ചു. മാധവൻ അതത്ര കാര്യമാക്കാതെ പാൽപാത്രം ചുണ്ടോടടുപ്പിച്ചു. രുദ്രൻ നമ്പൂതിരി ക്രൂരമായൊന്ന് പുഞ്ചിരിച്ചു. വാതിലുകളിലും ജാലകങ്ങളിലും ആ കണ്ണുകളൊരു മിന്നൽ പരിശോധന നടത്തി. ഉവ്, എല്ലാം ഭദ്രം. ഒരു ഉറുമ്പിന് പോലും മുറിക്കുള്ളിലേക്ക് കടക്കാൻ പഴുതില്ല. കറിയാച്ചനും കുഞ്ഞനാച്ചനും കുടുംബാംഗങ്ങളും പൂജാമുറിയുടെ വാതിൽക്കൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. ഉത്കണ്ഠ കൊണ്ട് തുടികൊട്ടുകയാണ് അവരുടെ ഹൃദയങ്ങൾ. ഇയാളെ കൊണ്ട് വല്ലത് നടക്കുമോ കുഞ്ഞനാച്ച? അതോ പല വിഷാരിയുടെ അടുത്തേക്കും നാം ഓടണമോ? ഇനി ഒന്നിനും സമയമില്ല. ചേട്ടൻ അടങ്ങി നില്ല്. രുദ്രൻ നമ്പൂതിരിയുടെ കഴിവെന്താണെന്ന് ഇപ്പം ബോധ്യമായിക്കൊള്ളു. കുഞ്ഞനാച്ചൻ ചേട്ടനെ സമാധാനിപ്പിച്ചു. പെണ്ണുങ്ങൾക്ക് അറിയാൻ തുടങ്ങിക്കഴിഞ്ഞു. എല്ലാവരെയും പറഞ്ഞു മനസ്സിലാക്കാനുള്ള കേൾപ്പ് കുഞ്ഞനാച്ചനുമില്ലായിരുന്നു. തനിക്കുള്ള കഴിവ് ബോധ്യപ്പെടുത്താനുള്ള
തീവ്രശ്രമം ആരംഭിച്ചു കഴിഞ്ഞിരുന്ന രുദ്രൻ നമ്പൂതിരി. ഇത് കറിയാച്ചനോടുള്ള പകപോക്കലാണ്. കട്ടിലിൽ കിടന്ന പെൺകുട്ടി മോഹനിദ്രയിൽ നിന്നുണരാൻ ഇനിയും സമയമെടുക്കും എന്ന് കരുതി അധികം കളയാൻ തനിക്കും സമയമില്ല. കുറച്ചുനേരം കാത്തു നിന്നിട്ട് ആ കുരുത്തം കെട്ട കട്ടപ്പനക്കാരൻ വാതിൽ തുറന്ന് അകത്ത് വന്നുവെന്ന് വരാം. പെൺകുട്ടിയെ രുദ്രൻ ആപാദപൂർവ്വം ശ്രദ്ധിച്ചു. പ്രായത്തിൽ കവിഞ്ഞ മുഴുപ്പുള്ള അവളുടെ നെഞ്ച് താളക്രമത്തിൽ ഉയർന്നു താഴുന്നു. നനവുണങ്ങാത്ത അതരങ്ങളിൽ വല്ലാത്തൊരു പ്രലോഭനവുമായി നേർത്ത പുഞ്ചിരി മയങ്ങുന്നു. ശരീരം പൊട്ടിത്തെറിക്കുകയാണ്. കട്ടിലിനോടടുക്കുന്നതിന് മുമ്പ് രുദ്രൻ മറ്റൊരു കാര്യം കൂടി ചെയ്തു. പെട്ടെന്ന് ഓർത്ത് ചെയ്യും പോലെ പൊതികെട്ടിയ ചാക്കുനൂൽ ചരട് വീണ്ടും എടുത്തു. ഒരു നിമിഷം ധ്യാനിച്ച് ജാലകം തുറന്ന് ആ ചരട് പുറത്തേക്കിട്ടു. ഇത് നേരത്തെ ചെയ്യേണ്ടതാണ്. പ്രലോഭനം മുന്നിൽ കിടക്കുമ്പോൾ വിവേകം വൈകിയേ വരൂ. എന്തു ചെയ്യാനാണ്? വീണ്ടും ജാലകമടച്ചു. കുഞ്ഞനാച്ചന്റെയും കുടുംബാംഗങ്ങളുടെയും മുന്നിലൂടെ പിൻപുറത്ത് നിന്ന് ഇഴഞ്ഞുവെന്നൊരു പാമ്പ് പൂജാമുറിയുടെ നേർക്ക് പ്രയാണം ആരംഭിച്ചു. കണ്ടോ കണ്ടോ, തിരുമേനി കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമെടുപ്പിക്കുകയാണ്. കുഞ്ഞനാച്ചന്റെ ആ മൂടിക്കെട്ടിയ മനസ്സിനുള്ളിൽ നിന്ന് ആഹ്ലാദസ്വരം. എന്തോ എനിക്കറിയില്ല. കറിയാച്ചൻ പുരണ്ടു. പാമ്പ് എതിലേ പോയെന്നവർ ശ്രദ്ധിച്ചു. പൂജാമുറിക്ക് മുന്നിൽ ഒരു സാഷ്ടാംഗ പ്രണാമം പോലെ അത് കിടക്കുകയാണ്. ആജ്ഞ ലഭിക്കുമ്പോൾ മാത്രം അകത്ത് കയറാൻ. എല്ലാവരും കൗതുകത്താളിക്കേറെ ഭയവുമായി പാമ്പിന്റെ ചലനങ്ങൾ ഉറ്റുനോക്കി നിന്നു. രുദ്രൻ അപ്പോഴും പുഞ്ചിരിച്ചു. പുറത്തുള്ളവരുടെ എല്ലാം ശ്രദ്ധ ആ മാന്ത്രിക പാമ്പിലായിരിക്കുമെന്ന് അദ്ദേഹം അറിയുന്നു. ഉള്ളിൽ നിന്നറിയാതെ വല്ല ശബ്ദമുയർന്നാലും ആരും പാഞ്ഞു വരാതിരിക്കാൻ ഇതിലും പറ്റിയ മാർഗമുണ്ടോ? തിരുമേനി പെൺകുട്ടിയുടെ കവിളുകളിൽ തലോടി. താമര ഇതളിൽ കൈവിരൽ സ്പർശിക്കുമ്പോഴുണ്ടാകുന്ന സുഖസ്പർശം അവൾ അതറിയുന്നുണ്ടായിരുന്നില്ല. ആ പരുക്കൻ വിരലുകൾ ഒരു സർപ്പത്തെ കണക്കെ കവിളിൽ നിന്ന് താഴെ കൂർന്നിറങ്ങി. കഴുത്തിൽ, പിന്നെ അവിടെ നിന്നും താഴേക്ക്. നെഞ്ചിന്റെ മൃദുലതയിൽ കുറച്ചേറെ നിമിഷങ്ങൾ ആ കൈ തങ്ങി. പെൺകുട്ടി ഒന്ന് ഞെട്ടിപ്പിടഞ്ഞുവോ എന്ന് സംശയം. കുപ്പായത്തിന്റെ കുടുക്കുകൾ ഓരോന്നോരോന്നായി തിരുമേനി അഴിച്ചു. ഒരു ധൃതിയും കാണിച്ചില്ല. മെല്ലെ, വളരെ മെല്ലെ ആ വിരുതേറിയ വിരലുകൾ അവളുടെ പാവാടക്കെട്ടിന്റെ തുമ്പിൽ തെറിപ്പിടിച്ചിരിക്കുന്നു. ആ വസ്ത്രാഞ്ചലവും ഊരിയെറിയാൻ സമയമെടുത്തു. രുദ്രൻ നമ്പൂതിരി കൗതുകം നിറഞ്ഞ ആർത്തിയോടെ കടഞ്ഞെടുത്ത ആ അംഗലാവണ്യം നോക്കി നിന്നു. അയാൾ കട്ടിലിന്റെ തുമ്പിലേക്ക് വളരെ മെല്ലെയിരുന്നു. കറിയാച്ചന്റെ മുരടൻ മകമാണപ്പോൾ ഓർമ്മ വരുന്നത്. അതോടെ വാശിയേറി. ഭ്രാന്തമായ വികാരത്തിനടിപ്പെട്ട് അയാൾ കട്ടിലിലേക്ക് മറിഞ്ഞു. പുറത്ത് കാറ്റുറഞ്ഞു തുള്ളി. കാലം തെറ്റി പെയ്യാനെത്തിയ ഒരു ചാറ്റൽ മഴ മേൽക്കൂരയിലെ ഓലകളിൽ താളബന്ധമായി ശ്രുതിയിട്ടു. നിമിഷങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. ആകെ നനഞ്ഞു. മുങ്ങിക്കുളിച്ചവനെ പോലെ നെറ്റിയിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ പുറംകൈ കൊണ്ട് തുടച്ചെടുത്ത് രുദ്രൻ നമ്പൂതിരി എണീറ്റു. അതേ നിമിഷം തന്നെയാണ് സ്വബോധം വീണ്ടു കിട്ടിയ പെൺകുട്ടിയും ഞെട്ടിപ്പിടഞ്ഞെണീറ്റത്. തന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയോ? രുദ്രൻ ഒരു നിമിഷാർദ്ധം പതറി. ഉറക്കെ നിലവിളിക്കാനഞ്ഞ പെൺകുട്ടിയുടെ വായും മുഖവും വലതു കൈകൊണ്ട് പൊടുന്നിനെ അമർത്തിപ്പിടിച്ചു. പുറത്ത് വാതിലിൽ തുടരെ തുടരെ മുട്ടിവിളിക്കാൻ തുടങ്ങിയത് അപ്പോഴായിരുന്നു. പാൽപാത്രം ചുണ്ടോട് ചേർത്തതേയുള്ളൂ. പെട്ടെന്നായിരുന്നു. ആരോ മാധവന്റെ വലത് കൈക്ക് ശക്തിയായ ഒരു താടനെ വേൽപ്പിച്ചു. പാൽപാത്രം തറയിൽ വീണുരുണ്ടു. പാൽ തറയിൽ തൂവി. അതേ നിമിഷം തന്നെ പാൽ നിറഞ്ഞ തറയിൽ നീലവെളിച്ചം പ്രസരിപ്പിച്ചുകൊണ്ട് ഒരഗ്നിജ്വാല ഉയർന്നു കത്തി. വിഷം. മാധവൻ ഒരു നടുക്കത്തോടെ സ്വയം പറഞ്ഞു. മാധവ, സൂക്ഷ്മ നിരീക്ഷണം തീരെ പോരാ. എന്ത് ചെയ്യുമ്പോഴും രണ്ടാമതൊന്നുകൂടി ആലോചിച്ച് മാത്രം ചെയ്യണം. രക്ഷിക്കാനെല്ലായ്പ്പോഴും ഞാനുണ്ടായെന്ന് വരില്ല. അമ്മാവന്റെ ശബ്ദം ഗുഹയിൽ മുഴങ്ങുന്നു. അറിയാതെ മാധവൻ നമ്പൂതിരി കരങ്ങൾ കുപ്പി. വിശ്വസിച്ചവർ ചതിക്കുമെന്ന് ധാരണയില്ലായിരുന്നു അമ്മാവ. പറയുമ്പോൾ തേങ്ങിപ്പോയി. സീതയുടെ നിഷ്കളങ്കമായ മുഖമാണപ്പോൾ മനസ്സിൽ തെളിഞ്ഞത്. അവളിത് ചെയ്യുമെന്ന് എങ്ങനെ വിശ്വസിക്കാനാണ്? വിശ്വസിച്ചവർ ചെയ്ത ചതിവല്ല മാധവ. വിശ്വസിച്ചവരിലൂടെ ശത്രു വിജയം നേടാൻ ശ്രമിച്ചതാണ്. ഒന്നുകൂടി ആലോചിച്ചാൽ നിനക്കത് ബോധ്യമാകും. മാധവന്റെ ശരീരം പൊട്ടിത്തെറിച്ചു. രുദ്രൻ. ശരിയാണ്, രുദ്രന്റെ അടവായിരിക്കില്ലേ ഇതും? സീതയെ ഏതെങ്കിലും വിധത്തിൽ അയാൾ സ്വാധീനിച്ചു കാണും. അതോ പിഷാരടിയെ സ്വാധീനിച്ചിരിക്കുമോ? അയാളായിരിക്കുമോ ഇതിന്റെ സൂത്രധാരൻ? ഏയ്, അങ്ങനെ സംഭവിക്കില്ല. ആ നിഷ്കളങ്കരെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ പാപമാണ്. സീതയ്ക്കെവിടെയോ പാളിച്ചു പറ്റിയിട്ടുണ്ട്. പിറ്റേന്ന് സീത വരുന്നതും കാത്ത് മാധവനിരുന്നു. വൈകുന്നേരം പിഷാരടിയാണ് ഭക്ഷണവുമായി വന്നത്. അയാളുടെ രാവിലത്തെ സംഭവങ്ങളെക്കുറിച്ചൊന്നും സൂചിപ്പിച്ചില്ല. അങ്ങനെയൊന്നും സംഭവിച്ചതായി പോലും ഭാവിച്ചില്ല.
സൂത്രധാരൻ അയാളാണെങ്കിൽ എന്തെങ്കിലും സൂചന ഇങ്ങോട്ടുണ്ടാകണമല്ലോ. അതുണ്ടായില്ല. സംസാരമധ്യേ രുദ്രനെ കുറിച്ചുള്ള പിഷാരടിയുടെ മനോഭാവം അറിയാൻ മാധവൻ ചിലത് ചോദിച്ചു. ആ പേര് പോലും പിഷാരടിയെ വെറുപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുകയും ചെയ്തു. അയാൾ മാന്ത്രികനാരെന്ന് ആര് പറഞ്ഞു? കള്ളമാന്ത്രികൻ. കാശിനാർത്തിയുള്ളവനെല്ലാം കപടമാന്ത്രികരാണ്. പണത്തിനു വേണ്ടി എന്തും അയാൾ ചെയ്യും. അല്ലെങ്കിൽ സൽക്കർമ്മങ്ങളിലും ദുഷ്കർമ്മങ്ങളിലും ഒരുപോലെ കർമ്മങ്ങൾ ചെയ്ത് കളയാമെന്ന് തീരുമാനിക്കുമോ? 2 വള്ളങ്ങളിൽ ഒരേ സമയത്ത് ചവിട്ടിയുള്ള അയാളുടെ നില പരുങ്ങലിലാകാൻ പോന്നു. അയാൾക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ അങ്ങേക്ക് കഴിയുമെങ്കിൽ അതാദ്യം ചെയ്യുക. അല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ നേരിട്ട് ചെന്ന് എതിർക്കാം. കുഞ്ഞനാച്ചനെ അയാൾ രക്ഷിക്കാൻ പോണുമില്ല, സ്വയം രക്ഷപ്പെടാൻ പോന്നുമില്ല. ആ മറുപടി മാധവന് ഇഷ്ടമായി. എന്നാലും പിഷാരടിയെ സൂക്ഷിച്ചുകൊണ്ടിരിക്കണമെന്ന് തീരുമാനിച്ചു. സൂക്ഷ്മനിരീക്ഷണ കുറവാണ് തനിക്കെന്നല്ലേ അമ്മാവൻ കുറ്റപ്പെടുത്തുന്നത്. ഇതുവരെ അങ്ങനെയൊക്കെ സംഭവിച്ചതിൽ ഖേദം തോന്നുന്നുണ്ട്. ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിഷാരടി പോയി കഴിഞ്ഞ് ഒറ്റയ്ക്കായപ്പോൾ മാധവൻ അടുത്ത നീക്കങ്ങളെക്കുറിച്ചാണ് ആലോചിച്ചത്. 2 ദിവസത്തിനുള്ളിൽ മാന്ത്രിക പഠനം പൂർത്തിയാവുന്നു. പ്രാഥമിക പഠനമേ ആകുന്നുവെങ്കിലും തൽക്കാലം അത്രയും മതി. കൂടുതൽ പഠിക്കണം. അതൊരു ഗുരുമുഖത്ത് നിന്ന് കേട്ടു പഠിക്കേണ്ടതാണ്. അമ്മാവനെ നശിപ്പിച്ചവർക്ക് ഒരനുഭവം ഉണ്ടാക്കി കൊടുക്കുകയും അമ്മാവനെ മോചിപ്പിക്കുകയും ചെയ്തിട്ട് വേണം ഒരു മാന്ത്രിക ഗുരുവിനെ തേടാൻ. രുദ്രനുമായി പയറ്റാനുള്ള വക ഇപ്പോൾ ഏറെക്കുറെ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. അടുത്ത 2 ദിവസവും രാപ്പകൽ പഠനത്തിനു ശേഷം ഉപകരിക്കണമെന്ന് മാധവൻ തീരുമാനിച്ചു. ഇനി പഠനത്തിനിടയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടാവരുത്. സ്വയരക്ഷയ്ക്കുള്ള മാന്ത്രിക കർമ്മങ്ങളല്ലാതെ ഈ ദിവസങ്ങളിലൊന്നും മാധവൻ മറ്റു ക്രിയകൾക്കൊരുങ്ങിയില്ല. പിറ്റേന്ന് പതിവുള്ള സമയത്ത് തന്നെയാണ് സീത വന്നത്. അവളെ മാധവൻ സൂക്ഷിച്ചെന്ന് നോക്കി. മനസ്സറിച്ച് വല്ലതും അവൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചൂളിപ്പോകുന്ന ഒരു നോട്ടം. പക്ഷെ സീത പതറിയില്ല. നിഷ്കളങ്കമായൊരു ചിരിയോടെ പാൽപാത്രം നിലത്തി വെച്ചിട്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ അവളെ മാധവൻ നമ്പൂതിരി വിളിച്ചു. അവൾ തിരിഞ്ഞു നിന്നു, കൗതുകത്തോടെ. ആ കൗതുകം സമ്മാനിച്ച അത്ഭുതത്തോടെ, അവിശ്വസനീയതയോടെ. ഇന്നലെ സീതയ്ക്ക് പാൽ തന്നു വിട്ടത് ആരായിരുന്നു? മാധവൻ ചോദിച്ചു. അമ്മ തന്നെ. സംശയത്തോടെ അവൾ മാധവന്റെ മുഖത്തേക്ക് നോക്കി. ഇടയ്ക്ക് ആരെയെങ്കിലും പാൽപാത്രം ഏൽപ്പിച്ചോ? ഇല്ല. മറുപടി പറഞ്ഞ് അബദ്ധം പറ്റിയവളെ പോലെ സീത ഒരു ഞൊടിയുടെ നിന്നു. അവളുടെ മനസ്സിൽ അപരിചിതയായ ആ വൃദ്ധയുടെ രൂപം മിന്നിമറഞ്ഞു. മാധവൻ അവളെ തന്നെ ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്നു. അല്ല, ഉവ്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു വൃദ്ധ സ്ത്രീയെ പരിചയപ്പെട്ടു. അവരുടെ കുറെ ദൂരം നടന്നപ്പോൾ തല കറങ്ങുന്നത് പോലെ തോന്നി. പാൽപാത്രം നിരത്തി വീണു പോകാതെ ഞാൻ അവരെ അത് ഏൽപ്പിച്ചിരുന്നു. സീത തുറന്നു പറഞ്ഞു. മാധവന്റെ മനസ്സിൽ ഒരു പ്രകാശം തെളിഞ്ഞു. ആ വൃദ്ധയെ സീത അറിയുമോ? ഇല്ല, ആദ്യം കാണുകയാണ്. ശരി, എങ്കിൽ ഇനിയും പല അപരിചിതരായ വൃദ്ധകളെയോ സമപ്രായക്കാർക്കായോ ഒക്കെ കണ്ടുപിട്ടിയെന്ന് വരാം. അങ്ങനെയുള്ളവരുടെ കൂടെ നടക്കരുത്. മാധവൻ ഗൗരവത്തോടെയാണത്രേ പറഞ്ഞത്. കാര്യം വ്യക്തമാക്കിയില്ലെങ്കിലും അതിലെന്തോ കാര്യമുണ്ടെന്ന് അവൾക്ക് തോന്നാതിരുന്നില്ല. പക്ഷേ ചോദിക്കാൻ മടി. സീത പൊയ്ക്കോളൂ. അവൾ എന്തോ അബദ്ധം പിണഞ്ഞ മട്ടിൽ നടക്കാൻ തുടങ്ങി. മാധവൻ നമ്പൂതിരി ഗുഹയിലേക്കും കയറി. ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാകുന്നു. സീത കണ്ടെന്ന് പറഞ്ഞ വൃദ്ധസ്ത്രീ രുദ്രന്റെ ഏതോ ദുർമൂർത്തിയായിരിക്കണം. ഇടയ്ക്ക് തലകറങ്ങിയപ്പോൾ പാൽപാത്രം വീണുടിയാതെ അത് അവൾ അവരെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞല്ലോ. തലക്കറമുണ്ടായത് ദുർമൂർത്തിയുടെ ക്ഷുദ്രപ്രയോഗം കൊണ്ടായിരിക്കും. പാൽപാത്രം കയ്യിൽ വാങ്ങിയപ്പോൾ അവരെന്തോ വിഷവസ്തു പാത്രത്തിൽ നിക്ഷേപിക്കുകയും ചെയ്തിരിക്കാം. സീത കുറ്റക്കാരിയല്ല. പിഷാരടിയും കാപട്ടിക്കാരനായിരിക്കില്ല. മാധവൻ എന്തോ ആലോചിച്ചിരുന്നു. പിന്നെ താഴെയുള്ള ഗ്രന്ഥങ്ങളിലൊന്നെടുത്ത് തുറന്നു. മഷിനോട്ടത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പാഠഭാഗമായിരുന്നു അത്. ഇതുവരെ പരീക്ഷിച്ചു നോക്കിയിട്ടില്ല. അതൊന്ന് പരീക്ഷിച്ചു നോക്കിയാലോ? മന്ത്രങ്ങൾ ഹൃദിസ്ഥമാണ്, കർമ്മങ്ങളും വശംഗതമാണ്. ഇതുവരെ ശ്രമിച്ചില്ലെന്നേയുള്ളൂ. എന്തായാലും അതൊന്ന് പരീക്ഷിക്കുക തന്നെ. മഷിനോട്ടം കൊണ്ട് ഗുണങ്ങൾ അനവധിയാണ്. ശത്രുവിന്റെ ചലനങ്ങൾ ഓരോന്നും മുന്നിൽ കാണാം. അയാളുടെ നീക്കമറിഞ്ഞ് തനിക്കും പ്രവർത്തിക്കാം. ഇതിനു മുമ്പേ താനത് പരീക്ഷിച്ച് സ്ഥിരീകരിക്കേണ്ടതായിരുന്നു. അനുഷ്ഠാനങ്ങളിൽ പറയുന്ന രീതിയിൽ മാധവൻ ഒരു തളർവെറ്റില എടുത്തു. അഞ്ജനക്കല്ലരച്ചു. അത് ലോലമായി അതിസൂക്ഷ്മമായി മന്ത്രോച്ചാരണത്തോടെ വെറ്റിലയിൽ തേച്ചു പിടിപ്പിച്ചു. മനസ്സിലപ്പോൾ മന്ത്രങ്ങളുടെ ആവർത്തനമുണ്ടായിരുന്നു. മനസ്സിൽ ലക്ഷ്യം കണ്ട് ആ ലക്ഷ്യത്തിലേക്ക് ഹൃദയമൂന്നി ഇമയനങ്ങാതെ വെറ്റിലയിൽ തന്നെ മിഴികൾ അർപ്പിച്ചു. അത്ഭുതം! മഷിവെറ്റിലയിൽ കുഞ്ഞനാച്ചന്റെ ഭവനം തെളിയുന്നു. വീടിന്റെ ബാക്കി ഭാഗങ്ങൾ മങ്ങുകയും
രുദ്രനു വേണ്ടി പുതുതായി ഉണ്ടാക്കിയ പൂജാമുറി വ്യക്തമാവുകയും ചെയ്യുന്നു. മാധവന്റെ ഹൃദയം ആഹ്ലാദം കൊണ്ട് തുടിച്ചു. മന്ത്രങ്ങൾ തനിക്ക് എത്ര വേഗമാണ് ഹൃദിസ്ഥമാകുന്നത്. അമ്മാവനെ ധ്യാനിച്ചു വണങ്ങി. പൂജാമുറിയുടെ ഉൾവശം വളരെ വ്യക്തമായിരുന്നു. ഒരു ചാരുകസേരയിൽ ഗാംഭീര്യത്തോടെ രുദ്രൻ ഇരിക്കുന്നു. എന്തോ ഗാഢമായ ചിന്തയിലെന്നോണം ലയിച്ചിരിക്കുകയാണ് അയാൾ. ആ പൂജാമുറിയിൽ എന്തോ വലിയ പൂജയ്ക്കുള്ള സന്നാഹങ്ങൾ ഒരുക്കിയിരിക്കുന്നത് മഷ്വീറ്റിലെ വ്യക്തമായി. ഒരാൾ പൂക്കളും മറ്റും ഒരുക്കുന്നു. വൈകുന്നേരം കാര്യമായെന്തോ നടക്കുവാൻ പോകുന്നതിന്റെ ലക്ഷണമാണത്. കുറച്ചുനേരം ആ മുറിയിലും രുദ്രനിലും കണ്ണുകൾ പരതി നടന്നു. മാധവനപ്പോൾ ഒരു തമാശ തോന്നി. അതും ഒരു പരീക്ഷണമാകുകയും ചെയ്യുമല്ലോ. ഇതുവരെ രുദ്രൻ തന്നെയാണ് ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നത്. തന്റെ പ്രഭാവം കാണിക്കാൻ മാത്രമാണ് അയാൾ മിനക്കെട്ടത്. ഒരു മാന്ത്രികനെന്ന നിലയിൽ ചെറിയൊരു പരിഗണന പോലും തന്നോട് അയാൾ കാട്ടിയില്ല. ഇതുവരെ എതിർപ്പിന്റെ ചെറിയൊരു ഞാണൽ എതിർക്കാൻ പോലും തനിക്ക് കഴിഞ്ഞതുമില്ല. എന്തുകൊണ്ട് തന്നെ സാന്നിധ്യം അയാൾ ഒന്ന് ബോധ്യപ്പെടുത്തിക്കൂടാ? തനിക്കതിന് അർഹതയുണ്ടല്ലോ. പെട്ടെന്നാണത് തീരുമാനിച്ചതും നടപ്പിലാക്കിയതും. ഇനിയല്ലെങ്കിലും മത്സരിക്കാൻ പോവുകയാണല്ലോ. ആ മത്സരം ഏകപക്ഷീയമായിരിക്കില്ലെന്ന് രുദ്രൻ അറിഞ്ഞിരിക്കട്ടെ. വെറ്റിലയിലേക്ക് ഒന്നുകൂടി നോക്കി. രുദ്രൻ പൂക്കളൊരുക്കുന്നയാൾക്ക് എന്തോ നിർദ്ദേശം നൽകുകയാണ്. ഇത് തന്നെ തക്ക സമയം. പൊടുന്നനെ ഒരു മന്ത്രം ചൊല്ലി. പൂക്കൂടയുമായി എണീക്കുകയായിരുന്ന രുദ്രന്റെ വേലക്കാരന്റെ മുഖമടിച്ചു വീണു. അയാൾ മലർന്നടിച്ച് നിലത്തി വീഴുന്നു. നിറങ്ങളുടെ ഒരു പ്രപഞ്ചം മുറിയിൽ ചിതറി. മാന്ത്രികൻ തന്നെ അടിച്ചതാണെന്നാണ് ആ പാവം കരുതിയത്. ദയനീയമായി രുദ്രനെ നോക്കിക്കൊണ്ടയാൾ എണീറ്റു. രുദ്രൻ നമ്പൂതിരിയും ഞെട്ടി എണീറ്റ് കഴിഞ്ഞിരുന്നു. അരുത് തിരുമേനി, അടിയൻ അതിന് കുറ്റമൊന്നും ചെയ്തില്ലല്ലോ. താനെന്താണീ പറയുന്നേ? ഞാൻ തന്നെയൊന്നും ചെയ്തില്ലല്ലോ. കാലുടക്കി വീണതാവും. അതല്ല, ഒരടി വീണ ശബ്ദം കേട്ട കാര്യം മാന്ത്രിക മറച്ചുവെച്ചു. പൂവൊരുക്കുകാരൻ ബന്ധപ്പെട്ട് വീണ്ടും എണീറ്റു. കവിളത്ത് തൂത്തുകൊണ്ട് എണീറ്റ് നിന്ന മാത്രയിൽ തന്നെ ഉണ്ടായി രണ്ടാമത്തെ അടിയുടെ ശബ്ദവും. ഇത്തവണയും അയാൾ നിലം പൊത്തി. പക്ഷേ തിരുമേനിയല്ലേ തന്നെ മർദ്ദിച്ചതെന്ന് അയാൾക്ക് തീർച്ചയായി. പിന്നെ ആര്? മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തം കിനിയുമ്പോഴും അതാണ് അയാൾ ചിന്തിച്ചത്. ഇരുമ്പുകൂടം കൊണ്ട് അടിച്ചതുപോലെ. എന്തൊരു ശക്തിയാണ് താടനങ്ങൾക്ക്! ഈ മുറിയിൽ തങ്ങൾ രണ്ടുപേരുമല്ലാതെ മൂന്നാമതൊരാൾ കൂടിയില്ല. പക്ഷേ ആളല്ലാത്ത മൂന്നാമനാണല്ലോ തന്നെ മർദ്ദിച്ചത്. എന്തോ ആലോചിക്കാൻ തുടങ്ങുകയായിരുന്ന രുദ്രൻ നമ്പൂതിരി ആരോ പിടിച്ചുയർത്തിയതുപോലെ നിലത്തുനിന്ന് ഉയർന്നതും ആ നിമിഷത്തിലായിരുന്നു. കുത്തനെ മുകളിലേക്ക്. രുദ്രൻ തിരുമേനിയുടെ നെറുക തലമച്ചിലിടിച്ചു. അതേ നിമിഷം അതേ വേഗതയിൽ താഴേക്ക്. എടുത്ത് നിലത്ത് കുത്തിയതുപോലെ ഇരുകാലുകളും നിലത്തടച്ചു. അതുകൊണ്ട് അവസാനിച്ചില്ല. ഒരുതരം ഭ്രാന്തമായ വേഗതയിൽ താഴേക്കും മുകളിലേക്കുമുള്ള ആ ത്വരിതപ്രയാണ പ്രക്രിയ അനുസ്യൂതം തുടരുകയാണ്. ഒന്നുറക്കെ നിലവിളിക്കാൻ ആഗ്രഹിച്ചിട്ട് പോലും അതിനാകാതെ രുദ്രൻ നമ്പൂതിരി എങ്ങനെ ത്രിശങ്ക സ്വർഗത്തിൽ. മാധവൻ നമ്പൂതിരി പൊട്ടിച്ചിരിച്ചു. കഴിഞ്ഞ ദിവസമുണ്ടായ എല്ലാ ആഹ്ലാദഭാവങ്ങളും തകർന്നു തരിപ്പണമായ ഒരനുഭവമായിരുന്നു രുദ്രൻ നമ്പൂതിരിക്കത്. അറിയാതെ നിലവിളിച്ചു പോയതാണ്. മാന്ത്രികന്റെ ഭയപ്പെട്ടുള്ള നിലവിളി കേട്ടപ്പോൾ കുഞ്ഞനാച്ചനും കറിയാച്ചനും പൂജാമുറിക്ക് നേരെ പാഞ്ഞു വന്നു. അവർ വാതിൽക്കലെത്തിയപ്പോൾ കണ്ട കാഴ്ച. എന്റെ കർത്താവേ, ഇതെന്തോന്നായി കാട്ടുന്നേ? മനസ്സറിയാതെ കുഞ്ഞനാച്ചൻ ചോദിച്ചു പോയതാണ്. രുദ്രൻ നമ്പൂതിരി മുകളിലേക്കും താഴേക്കും യന്ത്രം പോലെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നു. യന്ത്ര ഊഞ്ഞലിൽ കയറിയതുപോലെ. കറിയാച്ചൻ ഉറക്കെ ചിരിക്കുക തന്നെ ചെയ്തു. ആ മരണവിപ്രാളത്തിനിടയിലും രുദ്രൻ കറിയാച്ചന്റെ ശബ്ദം കേട്ടു. തനിക്ക് എന്ത് സംഭവിച്ചതാണ്? നിലത്ത് നിൽക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ഉപരോധ മന്ത്രം കൊണ്ട് അസ്വസ്ഥമാകാമായിരുന്നു. മച്ചിൽ അനവധി തവണ തലയിടിച്ച് ഉച്ചി പൊട്ടിയിരിക്കുന്നു. തലയിൽ നിന്ന് മുഖത്തേക്ക് രക്തമൊഴുകുന്നു. മാന്ത്രികന്റെ സഹായി എപ്പോഴും നനഞ്ഞ ചാക്ക് പോലെ പൂജാമുറിയുടെ മൂലയിൽ കിടന്ന് ഞെരങ്ങുകയാണ്. രണ്ടടിയേറ്റപ്പോൾ തന്നെ അയാൾ അവശനായിരിക്കുന്നു. മാധവൻ നമ്പൂതിരി ആ ദൃശ്യം കണ്ട് ആർത്തു ചിരിച്ചു. തന്നെ എത്രയോ വട്ടം ഭയപ്പെടുത്തിയതാണ് അവൾ. കിടിലം കൊള്ളിച്ചതാണ്. ഭയം എന്തെന്ന് സ്വയം അനുഭവിച്ചറിയട്ടെ. രുദ്രന്റെ മുഖത്തേക്ക് രക്തമൊഴുകി തുടങ്ങുന്നത് കണ്ടപ്പോൾ മാധവൻ നിർത്തി. മുകളിൽ നിന്ന് നിലത്തേക്ക് ശക്തിയായി രുദ്രൻ വന്നു വീണു. അതും പ്രതീക്ഷിക്കാത്ത നേരത്തായിരുന്നതുകൊണ്ട് രണ്ട് കാലുകളും ഒടിഞ്ഞ് നിലംപൊത്തുകയാണുണ്ടായത്. ഇരു കാലുകളിലും ഉളുക്കി വീഴുകയും ചെയ്തു. നിലത്ത് കിടന്ന് ഞെരങ്ങുന്ന തിരുമേനിയുടെ സമീപത്തേക്ക് കുഞ്ഞനാച്ചൻ ചെന്നു. തല നല്ലതുപോലെ ചതഞ്ഞിട്ടുണ്ട്. കുഞ്ഞനാച്ചൻ മകനെ വിളിച്ച് മരുന്നും തുണിയും എടുക്കാൻ വിട്ടു. കറിയാച്ചൻ കയ്യും കെട്ടി നോക്കിയതേയുള്ളൂ. ഇത് പണ്ടാരാണ്ട് പറഞ്ഞതുപോലെയായല്ലോടെ കുഞ്ഞന. വേറെടുക്കാൻ ചെന്നവൾ ഇരട്ടപ്പെട്ടെന്ന്. നിന്നെ രക്ഷിക്കാനെത്തിയ മാന്ത്രികനെ നീ ചികിത്സിക്കേണ്ടതായിട്ടാണല്ലോ വന്നു കൂടിയിരിക്കുന്നത്. അനുഭവിച്ചോ?
കറിയാച്ചന്റെ പരിഹാസ ശബ്ദം അബോധാവസ്ഥയിലും രുദ്രൻ കേട്ടു. അയാളെ ഒറ്റ വീക്കിന് വകവരുത്താനുള്ള കോപം തോന്നി തിരുമേനിക്ക്. വരട്ടെ, മകൾക്കേ കൊടുത്തുള്ളൂ, ഇനി ഇവനാണ്, ഈ കാട്ടുവാസിക്ക്. രുദ്രൻ വേദനയ്ക്കിടയിലും പല്ലിറുമി. കുഞ്ഞനാച്ചൻ തിടുക്കത്തിൽ തന്നെ തിരുമേനിയെ പരിചരിച്ചു. പച്ച മരുന്ന് വെച്ച് തലയിലെ മുറിവ് കെട്ടി, കാൽമുട്ടുകൾക്ക് താഴെ കുഴമ്പ് പുരട്ടി ആവി പിടിച്ചു. കറിയാച്ചൻ ഒന്നിലും പങ്കുചേരാതെ വീട്ടിലേക്ക് തന്നെ മടങ്ങി. കറിയാച്ചൻ ഒന്നിലും പങ്കെടുത്തില്ലെങ്കിലും മകൾ ഉത്സാഹത്തോടെ ആവി പിടിക്കാൻ സഹായിച്ചു. തളർന്നു കിടക്കുന്ന തിരുമേനിയുടെ നേരെ ഭയത്തോടെയും ഒപ്പം മറ്റു ചില വികാരങ്ങളോടെയുമാണ് അവൾ നോക്കിയത്. മരണത്തിൽ നിന്ന് തന്നെ രക്ഷിച്ച മനുഷ്യനല്ലേ, മറക്കാനാവാത്ത മറ്റു ചില അനുഭവങ്ങൾ സമ്മാനിച്ച മനുഷ്യനല്ലേ. ആ നിമിഷങ്ങളെക്കുറിച്ച് ഇപ്പോഴും അവൾ നടുക്കത്തോടെയാണ് ആലോചിക്കുന്നത്. സർപ്പദംശനെ ഏറ്റത് മാത്രം ഓർമ്മയുണ്ട്. പിന്നെ ഓർമ്മ തെളിയുമ്പോൾ രുദ്രൻ തിരുമേനി അടുത്തിരുന്ന് തന്റെ ശരീരത്തിന്റെ മൃദുലതകളിൽ തഴുകുകയായിരുന്നു. തന്റെ ശരീരം പരിപൂർണ നഗ്നമാണെന്നും അവൾ അറിഞ്ഞു. മുറിയുടെ എല്ലാ വാതിലും അടച്ച് തഴുതിട്ടിരിക്കുന്നു. ചാടി എഴുന്നേൽക്കാനോ ഉറക്കെ നിലവിളിക്കാനോ തോന്നിയില്ല. ബോധം നഷ്ടപ്പെട്ടതുപോലെ ചലനമറ്റു കിടന്നു. ഈ തിരുമേനിയുടെ ഭാവം എന്താണ്? അറിയാമായിരുന്നിട്ടും അവൾ ആലോചിച്ചു. അയാളുടെ വിരലുകൾ നഗ്നമേനിയിൽ കുസൃതി കാട്ടുമ്പോൾ പുളഞ്ഞു പോകാതിരിക്കാൻ അവൾ ആവോളം ശ്രമിച്ചു. ആ മനുഷ്യൻ ഭയങ്കര മാന്ത്രികനാണെന്നല്ലേ ചിറ്റപ്പൻ പറഞ്ഞത്? ഒരു മാന്ത്രികനോട് എതിരിട്ടാൽ ഇതിലും വലിയ അനുഭവമായിരിക്കാം ഉണ്ടാകാൻ പോകുന്നത്. അതിലൊക്കെ ഉപരി എതിർക്കാൻ മനസ്സ് തോന്നാത്ത മേഖലകളിലേക്ക് ശരീരം വലിഞ്ഞു മുറുകയും ചെയ്തിരിക്കുന്നു. അവൾ ഒന്നും അറിയില്ലെന്ന ഭാവത്തിൽ കിടന്നു. എല്ലാം കഴിയുമ്പോഴേക്ക് ഒരു നാഴികയോളം സമയം പോയിരുന്നു. ആ തളർച്ചയിൽ വീണ്ടും കുറച്ച് നിമിഷങ്ങളും കൂടി. പക്ഷേ വാതിൽക്കൽ ആരോ മുട്ടി വിളിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ തിരുമേനി ചാടിപ്പിടഞ്ഞെണീറ്റു. ഒപ്പം അവളും. അത് തിരുമേനിക്ക് മറ്റൊരു നടുക്കം കൂടി സമ്മാനിച്ചു. അയാൾ അവളെ തുറിച്ചു നോക്കി. അവൾ മുഖത്തു നോക്കാനാവാതെ ചൂളി നിന്നു. ഇതാരോടെങ്കിലും പറഞ്ഞാൽ ഇനിയും പാമ്പ് കടിക്കുമെന്നോർത്തോ? നിന്റെ മാത്രമല്ല, നിന്റെ അപ്പനെയും അനുജത്തിയെയും. രുദ്രൻ നമ്പൂതിരി ഭീഷണിപ്പെടുത്തി. ഇല്ല, ഞാൻ ആരോടും പറയില്ല. നേർത്ത ശബ്ദത്തിൽ അവൾ മൊഴിഞ്ഞു. അവൾ വസ്ത്രം ധരിക്കാനുള്ള സമയം കൂടി നൽകിയിട്ട് തിരുമേനി ചെന്ന വാതിൽ തുറന്നു. അതിനു മുൻപ് അവളോട് ഉറങ്ങുന്ന മട്ടിൽ കട്ടിലിൽ കയറി കിടക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. വാതിൽക്കൽ പരിഭ്രമത്തോടെ കുഞ്ഞനാച്ചൻ നിന്നു. തിരുമേനി, ആ പാമ്പ് അത് ഈ മുറിയിലേക്കാണ് ഇഴഞ്ഞത്. ഓ, അത്രയുള്ളോ? അത് കയറി വരികയും ചെയ്ത് സാധിച്ച് പുറത്തു പോവുകയും ചെയ്തല്ലോ. ആ, എല്ലാരെയും വിളിച്ചോളൂ. മകൾക്ക് യാതൊരു കുഴപ്പവുമില്ലെന്ന് ചേട്ടനോടും പറഞ്ഞോളൂ. നേരാ തിരുമേനി, അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. തിരുമേനി ഒന്ന് പുഞ്ചിരിച്ചു. കുഞ്ഞനാച്ചൻ അവളെ വിളിച്ചുകൊണ്ട് പൊയ്ക്കോളൂ. ആഹ്ലാദത്തോടെ മുറിയിലേക്ക് കയറി ചെന്ന കുഞ്ഞനാച്ചൻ അവളെ കുലുക്കി വിളിച്ചു. ഉറക്കത്തിന്റെ ആലസ്യത്തിൽ നിന്നുണർന്നു വന്നതുപോലെ അവൾ എണീറ്റിരുന്നു. മോളെ, കുഞ്ഞനാച്ചൻ ആർദ്രമായി വിളിച്ചു. അവൾ ചിറ്റപ്പന്റെ പിന്നാലെ വീട്ടിലേക്ക് പോകുമ്പോൾ പിന്തിരിഞ്ഞൊന്ന് നോക്കാൻ മറന്നില്ല. ഒരു ഗൂഢമന്ദസ്മിതമുണ്ടായിരുന്നു അപ്പോഴവളുടെ ചുണ്ടിൽ. തിരുമേനി മുഖം തിരിച്ചു കളഞ്ഞു. അവളോടങ്ങനെ ചെയ്തെങ്കിലും രുദ്രന്റെ മനസ്സിൽ കറിയാച്ചന്റെ രൂപമായിരുന്നു. മകളെ രക്ഷപ്പെടുത്തിയതിന്റെ പേരിൽ ഒരു നന്ദി വാക്കെങ്കിലും കറിയാച്ചന് വന്നു പറയുമെന്ന് കരുതി. അതുണ്ടായില്ല. അയാളെ തന്റെ മുന്നിലെത്തിക്കുകയെന്നായിരുന്നു തന്റെ പ്രയത്നങ്ങളുടെ ഗൂഢോദ്ദേശ്യം. അത് നടന്നില്ല. കറിയാച്ച, താൻ ചെവിയിൽ നുള്ളിക്കോ. തനിക്കിതിനു പകരം ഞാൻ കണ്ടിട്ടുണ്ട്. താൻ തനിയെ എന്റെ മുന്നിലേക്ക് വരും. കറിയാച്ചനും കൂടി വരുതിയിൽ വരാതെ തന്റെ പ്രവർത്തനങ്ങൾ സുഗമമായി നീങ്ങില്ലെന്ന് രുദ്രന് മനസ്സിലായി കഴിഞ്ഞിരുന്നു. മകളോട് ചെയ്ത പ്രതികാര പരിപാടിയും വെറുതെ ആയതുപോലെയായി. അവൾക്കും നല്ല സമ്മതവും താല്പര്യവും ഉണ്ടെന്നാണല്ലേ അതിനർത്ഥം. അപ്പോൾ പ്രതികാരം ചെയ്തതിന്റെ സുഖം ലഭിച്ചതുമില്ല. പോട്ടെ, ഇനിയും സമയം വരും. രുദ്രൻ നമ്പൂതിരി ഞരങ്ങി. ശരീരം മുഴുവൻ വേദനിക്കുന്നുണ്ട്. തൊട്ടു മുൻപാണ് കുഞ്ഞനാച്ചൻ പരിചരണങ്ങൾ അവസാനിപ്പിച്ച് തിരിച്ചുപോയത്. കട്ടിലിൽ കയറ്റി കിടത്തി കമ്പിളി കൊണ്ട് പുതപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അയാൾ. വേദന കൊണ്ട് അറിയാതെ മയങ്ങിപ്പോവുകയായിരുന്നു. പൂജാമുറി നാനാവിധമായി കിടന്നു. തനിക്കെന്താണ് സംഭവിച്ചത്? ആ ദുരന്തത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി ആലോചിച്ചു നോക്കി. ആലോചനകളുടെ അവസാനം മാധവൻ നമ്പൂതിരിയിലെത്തിയാണ് നിന്നത്. അതെ, അവനാണ് തന്നെ ദ്രോഹിച്ചത്. അവന്റെ പഠനം പൂർത്തിയായിരിക്കുന്നതായി ഇന്നലെ തന്നെ അറിഞ്ഞതാണ്. അത് വകവെച്ചില്ല. വകവെക്കേണ്ടതായിരുന്നുവെന്ന് ഇന്നിപ്പോൾ ആലോചിച്ചു. രുദ്രൻ തിരുമേനിക്ക് സ്വസ്ഥമായി കിടക്കാൻ കഴിഞ്ഞില്ല. കട്ടിലിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. പിന്നെ വേദന വകവയ്ക്കാതെ വല്ല വേദനയും എണീറ്റു. ഞൊണ്ടി ഞൊണ്ടി പൂജാമുറിയുടെ മധ്യത്തിലെത്തി. ചിതറിക്കിടന്ന പൂക്കളും പൂജാദ്രവ്യങ്ങളും തടുത്തു കെട്ടി. നിലവിളക്ക് കൊളുത്തി. കിണ്ടിയിൽ നിന്ന് ജലമെടുത്ത് കാലും മുഖവും കഴുകി. ആവണിപ്പലക നീട്ടിയിട്ട്
പത്മാസനമിട്ടു. ശരീരവേദനയേക്കാൾ മനസ്സാണ് വേദനിക്കുന്നത്. ആ ദുരന്താനുഭവം തനിക്ക് ആദ്യമായാണ് അനുഭവിക്കാനിടവന്നത്. അതും ഒരു പീറ ചെറുക്കനിൽ നിന്നാണല്ലോ എന്നോർക്കുമ്പോഴാണ് വേദന രോഷമായി വളരുന്നതും ദുസ്സഹമാകുന്നതും. അതിനൊരു തിരിച്ചടി നൽകാതെ സമാധാനമില്ല. നാളേക്കത് മാറ്റിവെക്കാനും തോന്നുന്നില്ല. ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ ചെയ്യേണ്ടത് ചെയ്യണം. നിലവിളക്ക് കൊളുത്തി വെറ്റിലയിൽ മഷിയിട്ടു. മനസ്സ് ഏകാഗ്രമാക്കി മാധവന്റെ ഗുഹ കാണാൻ ആഗ്രഹിച്ചിട്ടു നോക്കി. വെറ്റിലയിൽ വെന്നിമലയുടെ താഴ്വാരം തെളിയുന്നു. ഗുഹാമുഖം വ്യക്തമാകുന്നു. ഗുഹയ്ക്കുള്ളിൽ പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്ന പിഷാരടിയും മാധവനും കൂടുതൽ വ്യക്തതയോടെ തെളിഞ്ഞു വരുന്നു. രുദ്രന്റെ മുഖത്തെ മാംസപേശികൾ വലിഞ്ഞു മുറുകി. ഞരമ്പുകൾ എഴുന്നു. കണ്ണുകൾ കുറുകി. മാധവന്റെ മുഖദർശനം ആ മനസ്സിനെ വല്ലാതെ ഇളക്കി മറിച്ചിരിക്കുന്നു. തന്നെ തളർത്തിയിട്ട് അവൻ തനിക്കെതിരെ ഉപരോധ നടപടിയാണ് എടുക്കാനൊരുങ്ങുന്നത്. മാധവ, നിനക്കെന്നെ അറിയില്ല. ഈ രുദ്രന് ഇന്നല്ലെങ്കിൽ നാളെ എന്നൊരു ചിന്തയില്ല. ഇന്നെന്നു മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. ഇന്ന് നിന്റെ അവസാനമാണ്. പിഷാരടിയും മാധവനും ഉത്സാഹത്തോടെ എന്തോ പറയുകയും ഒരുക്കുകൾ തുടരുകയും ചെയ്യുകയാണ്. രുദ്രന്റെ പല്ലുകൾ ഞെരുങ്ങി. ആ മിഴികളിൽ നിന്ന് തീ പറക്കുകയാണെന്ന് തോന്നി. ആദ്യം അവൻ അടിയേൽപ്പിച്ചത് തന്റെ വേലക്കാരനെയാണല്ലോ. താനും ചെയ്യുക അത് തന്നെയാകട്ടെ. രുദ്രൻ തിരുമേനി ഏതോ മന്ത്രങ്ങൾ ചൊല്ലി. ക്ഷിപ്രഫലമായിരുന്നു. കനത്ത ഒരടിയുടെ ആഘാതത്തിൽ നിന്ന് കറങ്ങിയ പിഷാരടി നാലുകരണം മറിഞ്ഞ് ഗുഹയ്ക്ക് പുറത്തു വന്ന് വീണു. അയാൾ ദയനീയമായി നരങ്ങി. മാധവൻ ചാടിപ്പിടഞ്ഞെണീറ്റു. രുദ്രൻ ഇത്ര പൊടുന്നനെ പ്രത്യാക്രമണത്തിനൊരുങ്ങിയോ? പിഷാരടി സമീപത്തേക്ക് ഇറങ്ങിച്ചെല്ലാതെ നിലവിളക്ക് കൊളുത്താൻ തത്രപ്പെടുകയായിരുന്നു മാധവൻ. രുദ്രന്റെ ഇപ്പോഴത്തെ നിലയൊന്ന് കാണുമല്ലോ. അതിദ്രുതമായിരുന്നു ചലനങ്ങൾ. മഷിവേറ്റിലയിൽ മാധവൻ രുദ്രനെ കണ്ടു. രുദ്രൻ മാധവനെയും. രുദ്രൻ പല്ലുകടിച്ച് മുഖം വക്രിച്ച് കോപം കാട്ടിക്കൊടുത്തു. മാധവൻ നേർത്തൊരു പുഞ്ചിരി മടക്കി കൊടുത്തു. പിഷാരടി നിലവിളിക്കുകയാണ്. രുദ്രൻ വീണുകിടന്നിടത്ത് നിന്ന് പിഷാരടിയെ അതിവേഗം അന്തരീക്ഷത്തിലേക്ക് ഉയർത്തി. മാധവൻ ഒരു വശീകരണ മന്ത്രം കൊണ്ട് അതേ നേരത്തെ തന്നെ പിഷാരടിയെ ഗുഹയിലെത്തിച്ചു. രുദ്രന്റെ പൂജാമുറിയുടെ നേരെ കുഞ്ഞനാച്ചൻ വന്നത് ആ നിമിഷത്തിലായിരുന്നു. തിരുമേനിക്ക് നൽകാൻ ജീരകവെള്ളം തിളപ്പിച്ചുകൊണ്ട് വരികയായിരുന്നു കുഞ്ഞനാച്ചൻ. ഇയാൾ ഒരുത്തനാണ് എല്ലാത്തിനും കാരണക്കാരൻ. അമ്മാവനെ കൊലപ്പെടുത്തിയതും രുദ്രനെ സഹായിക്കുന്നതും ഇയാളാണ്. മാധവന്റെ കണ്ണുകൾ രുദ്രനിൽ നിന്ന് മാറി കുഞ്ഞനാച്ചനിലായി. ഒന്നും ചിന്തില്ല. ഒരു മന്ത്രോച്ചാരണം മാത്രം. പുറത്തുനിന്ന് ഒരൊറ്റ അടിയായിരുന്നു കുഞ്ഞനാച്ചന്റെ പിൻകഴുത്തിൽ. ആ ശക്തിയിൽ അടിവതറിപ്പോയ കുഞ്ഞനാച്ചൻ പൂജാമുറിയിലേക്ക് മുതലക്കൂപ്പ് കുത്തി. കൃത്യം രുദ്രന്റെ മുതുകിൽ തന്നെ കയ്യിലിരുന്ന തിളപ്പിച്ച ജീരകവെള്ളം അഭിഷേകം പോലെ രുദ്രനെ പൊതിഞ്ഞു. ഉറക്കെ നിലവിളിച്ചുകൊണ്ട് തിരുമേനി ചാടിപ്പടഞ്ഞെണീറ്റു. കുഞ്ഞനാച്ചനും കരയുകയാണ്. കുടുംബാംഗങ്ങൾ ആ മുറിക്ക് നേരെ ഓടിപ്പാഞ്ഞു വന്നു. അതിദ്രുതം തന്നെ പ്രവർത്തിച്ചു. അല്പം അശ്രദ്ധയുണ്ടെങ്കിൽ പാളിപ്പോയേനെ. വിപത്തി ധൈര്യം തുണച്ചുവെന്ന് വേണം കരുതാൻ. മാധവൻ നമ്പൂതിരി പിഷാരടിയുടെ മുഖത്തേക്ക് നോക്കി. പാവം, നടുങ്ങി വിറച്ചിരിപ്പാണ്. മുറ്റത്തേക്ക് തെറിച്ചു വീണ ശക്തിയിൽ എവിടെയൊക്കെയോ ചതവുകൾ പറ്റിയിട്ടുണ്ട്. നീര് വളരാൻ തുടങ്ങിയ ഭുജങ്ങളിലും നെറ്റിയിലും തിരുമേനി പൂജിച്ച പഞ്ചഗവ്യം പുരട്ടി തടവി. ഒരു കൊയ്തേനെ. പക്ഷേ തക്ക പ്രതിബന്ധം തൊല്ലാൻ തുടങ്ങിയതുകൊണ്ട് രുദ്രന്റെ ശക്തിക്ക് മറ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. ഞൊടിയുടെ വൈകിയിരുന്നെങ്കിൽ രുദ്രന് ഒന്ന് പൊട്ടിച്ചിരിക്കാൻ അവസരം ലഭിച്ചേനെ. ഇപ്പോൾ അയാൾ തീർച്ചയായും പതറിയിരിക്കണം. പിഷാരടി ശാലത്തേക്ക് പൊയ്ക്കോളൂ. വൈകുന്നേരം വരാമെങ്കിൽ മാത്രം വന്നാൽ മതി. ശരീരവേദന അപ്പോഴേക്കും പൊയ്ക്കോളൂ. ഉദ്ദേശിച്ച പൂജ മുടക്കുണ്ടാതെ നടത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കഴിയുമെങ്കിൽ സീതയെ ഇനി ഇങ്ങോട്ടേക്ക് പറഞ്ഞേക്കേണ്ട. അറിഞ്ഞുകൊണ്ട് അപകടം വിളിച്ചു വരുത്തണ്ടല്ലോ. ഓരോ നിമിഷവും ജാഗ്രതയോടെ കഴിയണം. എല്ലാം കൂടി ഇനിയൊരു 41 ദിവസം മതി. എന്റെ കണക്കുകൂട്ടലുകൾ പിടിച്ചില്ലെങ്കിൽ അതിനു മുമ്പ് എല്ലാം ശുഭമായി കലാശിക്കും. ഞാൻ വരും തിരുമേനി. തിരുമേനിയെ സഹായിക്കുന്നതിന്റെ പേരിൽ ആ ദുഷ്ടമാന്ത്രികൻ എന്നെ കൊല്ലുകയാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ. ഇങ്ങോട്ട് പറഞ്ഞയച്ചത് വിജയാദ്രിനാഥനാണ്. അത് മരിക്കാനാണെങ്കിൽ അങ്ങനെ. അവിടുന്ന് നിശ്ചയിക്കുന്ന ഏത് ശിക്ഷയും ശിരസാ വഹിക്കാൻ അടിയന് തയ്യാറാണ്. പിഷാരടിയുടെ ശബ്ദത്തിൽ നിശ്ചയദാർഢ്യം. മാധവന്റെ കണ്ണുകൾ തിളങ്ങി. എല്ലാം പിഷാരടിയുടെ ഇഷ്ടം പോലെ. അയാൾ മന്ത്രിച്ചു. പുറത്തേക്ക് ഏന്തി നടന്നു തുടങ്ങിയ പിഷാരടിയെ മാധവൻ തിരികെ ക്ഷണിച്ചു. എന്തോ ആലോചിച്ച് ഒരു കറുത്ത ചരട് ജപിച്ച് മാധവൻ പിഷാരടിയുടെ കൈത്തണ്ടയിൽ കെട്ടിക്കൊടുത്തു. ഇത് നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കുക. താങ്കൾക്ക് ഒരപകടവും സംഭവിക്കില്ല.
41 ദിവസം പൂജിച്ച് ശക്തിയുണ്ടാക്കിയ ചരടായിരുന്നു അത് ശരീരത്തെ സ്പർശിച്ചിരിക്കെ ഒരു ദുർമൂർത്തിക്കും ശരീരത്തിൽ സ്പർശിക്കാൻ ധൈര്യമുണ്ടാവില്ല. സീതയ്ക്ക് നൽകാമെന്ന് കരുതി സൂക്ഷിച്ച രക്ഷാചരടായിരുന്നു അതിപ്പോൾ പിഷാരടിക്കുതകി. പിഷാരടി ഗുഹയിൽ നിന്നിറങ്ങി നടന്നു. അത്തരമൊരു തീരുമാനത്തെക്കുറിച്ചേ മാധവൻ ചിന്തിച്ചിട്ടുള്ളൂ. രുദ്രനെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കണമല്ല അതിന്റെ അർത്ഥം. അത്തരമൊരാഗ്രഹമില്ല താനും. ജീവൻ നൽകിയത് താനല്ലെന്നിരിക്കെ ജീവൻ ഇല്ലാതാക്കാനും തനിക്ക് അവകാശമില്ല, അധികാരവുമില്ല. അയാളുടെ ദുഷ്ടതയ്ക്ക് അടിയേൽപ്പിക്കുക, അത്രമാത്രം. അതുകൊണ്ട് പഠിച്ചില്ലെങ്കിൽ ബാക്കി അന്നേരം നോക്കാം. ഏതായാലും ഒരു മാത്ര പോലും രുദ്രനെ ശ്രദ്ധിക്കാത്തത് എന്ന് തന്നെ മാധവൻ ഉറച്ചു. ഇപ്പോൾ തന്നെ അയാൾക്കൊരു അനുഭവം ഉണ്ടാക്കി കൊടുത്ത നിമിഷം തന്നെ അയാൾ വെറുതെ വിട്ടു. അതാണ് അപകടമുണ്ടാക്കിയത്. തട്ടിൽ നിന്ന് നിലത്തു പതിച്ചു കഴിഞ്ഞു. വിടാതെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണമെന്നായിരുന്നു. അയാൾ പേരുപോലെ തന്നെ രൗദ്രഭീമനാണ്. അമ്മാവന്റെ ആത്മാവിനെ തളയ്ക്കാനാണ് രുദ്രൻ വന്നത്. ഇപ്പോൾ അയാൾക്ക് അതിലും ശ്രദ്ധ തന്റെ നേരെയാണ്. അതൊരു കണക്കിന് നന്നായി. ഈ അവസരം ശരിക്കും പ്രയോജനപ്പെടുത്തണം. അവിടെയാണ് തന്റെ വിജയം. അമ്മാവന്റെ ആത്മാവിന് മേയാൻ അവസരം നൽകാൻ, രുദ്രന്റെ പിടിയിൽപ്പെടാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. രുദ്രനോടുള്ള ഏറ്റുമുട്ടലും ബ്രഹ്മരക്ഷസിന്റെ മോചനവും ഏകകാലത്ത് ചെയ്യേണ്ടി വരുന്നതിന്റെ ബുദ്ധിമുട്ട് ഏറെയാണ്. ആ ബുദ്ധിമുട്ട് ക്ഷമയോടെ സഹിക്കുക തന്നെ. ഇത്രയും വേഗം മന്ത്രപഠനം പൂർത്തിയാക്കാൻ തന്നെ പ്രാപ്തനാക്കിയത്. അല്ലെങ്കിലും അമ്മാവിന്റെ ആത്മാവായിരുന്നുവല്ലോ. ആ പ്രത്യുപകാരമാണ് ആദ്യം ചെയ്യേണ്ടത്. മാധവൻ നമ്പൂതിരി വൈകുന്നേരം ചെയ്യേണ്ട പൂജകളുടെ മന്ത്രങ്ങൾ ഒരിക്കൽ കൂടി പരിശോധിക്കാൻ ഒരുങ്ങി. ആഴ്ചകൾ 3 കഴിയുന്നു തിരുമേനി എത്തിയിട്ട്. രുദ്രൻ നമ്പൂതിരി ഇതുവരെ തങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെന്നൊരു കുഞ്ഞനാച്ചന് തോന്നലുണ്ടായി. കുഞ്ഞനാച്ചനും ഭാര്യയും പപ്പച്ചനും വീട്ടിലിരുന്ന് രഹസ്യമായി ഇതേക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. ആ ചർച്ചയിൽ കറിയാച്ചനും സജീവമായിരുന്നു. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? ഞാൻ വന്ന് കണ്ടിടനെ നിന്നോട് പറഞ്ഞതോർമ്മയുണ്ടോ? അയാൾ ഒരു കള്ളമാന്ത്രികനാണെന്ന്, അയാളെക്കൊണ്ടൊരു ചുക്കും ചെയ്യാൻ ഒക്കത്തില്ലെന്ന്. കറിയാച്ചൻ ഇതിൽ ഉറക്കെയാണ് ചോദിച്ചത്. കറിയാച്ചന്റെ 2 പെൺമക്കളും ആ സംഭാഷണം കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉറപ്പിച്ചു പറയാനും പറ്റത്തില്ല ചേട്ടാ, കുഞ്ഞനാച്ചൻ തുടർന്നു. ചേട്ടന് തന്നെ അനുഭവമില്ലേ? ലാലിയെ വിഷം തീണ്ടിയിട്ട് 1 മണിക്കൂറിനുള്ളിൽ കടിച്ച പാമ്പിനെ വരുത്തി വിഷമറുക്കിയില്ലേ? പിന്നെ ആ ബ്രഹ്മരക്ഷസിന്റെ ഉപദ്രവവും എത്രമാത്രം കുറഞ്ഞു. തിരുമേനി വരുന്നതിന് മുമ്പ് രാത്രിയിൽ പുറത്തേക്കൊന്ന് ഇറങ്ങാൻ പറ്റുമായിരുന്നോ? സ്വൈര്യമായി ഒന്നുറങ്ങാൻ പറ്റുമായിരുന്നോ? അത് മാറിയില്ലേ? പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ആ ബ്രഹ്മരക്ഷസിനെ ഇല്ലാതാക്കാമെന്ന് പറഞ്ഞിട്ട് അതിനൊരുങ്ങുന്നില്ല. എനിക്കതിലേയുള്ളൂ പ്രയാസം. കറിയാച്ചൻ ഉറക്കെ ചിരിച്ചു. എടാ, എല്ലാം നിന്റെ ഓരോ തോന്നലുകളാ. ഒരു നമ്പൂതിരിയെ കൊന്നെന്ന് വെച്ച് അയാളുടെ പ്രേതം നിന്നെ വിടാതെ പിന്തുടരുന്നു എന്ന് പറയുന്നതാണ് അണത്തെ വങ്കത്തരം. നമ്പൂതിരിയായാലും നായരായാലും അതൊക്കെ ഓരോ ജീവികളല്ലേടാ. അങ്ങനെയാണെങ്കിൽ ഇവിടെ കാളയിറച്ചിയും പോത്തിറച്ചിയുമൊന്നും കണി കാണാൻ കിട്ടില്ലായിരുന്നല്ലോ. കൊന്നു തിന്നുന്ന മുരികളും പോത്തുകളും മറ്റും പ്രേതമായി നടക്കുമായിരുന്നെങ്കിൽ ഇവിടെ അതുമാത്രമേ കാണുമായിരുന്നുള്ളല്ലോ. കറിയാച്ചന്റെ സിദ്ധാന്തത്തിൽ അപാകതയൊന്നുമില്ലെങ്കിലും അതിനോട് യോജിക്കാൻ കുഞ്ഞനാച്ചന് മനസ്സിലായിരുന്നു. അനുഭവിച്ചത് ചേട്ടനല്ലല്ലോ, താനല്ലേ. ചേട്ടന്റെ അടുത്ത് ഒരു വാക്കുപോലും വില പോവില്ലെന്ന് ഉറപ്പായി. പാപ്പച്ചനും മറ്റും മൗനമായി കേട്ടിരുന്നതേയുള്ളൂ. പേരപ്പൻ പറയുന്നതിൽ കാര്യമുണ്ടെങ്കിലും താനും അനുഭവിച്ചതാണെന്ന് ഓർക്കുമ്പോൾ ചേട്ടൻ പറയുന്ന പോലല്ല. നായരും നസ്രാണിയും ഒന്നും മരിച്ചാലോ വല്ലവനും തല്ലിക്കൊന്നാലോ ഒരു ബ്രഹ്മരക്ഷസായി ഭയപ്പെടുത്താൻ നടക്കില്ല. നമ്പൂതിരിമാരുടെ കാര്യം അങ്ങനെയല്ല. ബ്രാഹ്മണരല്ലേ അവർ. ബ്രാഹ്മണരുടെ പ്രേതത്തിനാ ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്നതെന്ന് കേട്ടിട്ടുണ്ട്. എനിക്കത് അനുഭവമായി. മരിച്ചു കഴിഞ്ഞ് ഞാൻ ആ നമ്പൂതിരിയെ അതുപോലെ കണ്ടിട്ടുണ്ട്. കുഞ്ഞനാച്ചന്റെ സംസാരം കേട്ട് കറിയാച്ചന്റെ പെൺമകൾക്ക് ഭയമായി. അവർ ആ ഭാഗത്തു നിന്ന് ശ്രദ്ധ തിരിക്കാൻ പാടുപെട്ടു. കറിയാച്ചൻ ഊരെ ചിരിയോടെ ഇരുന്നതേയുള്ളൂ. എടാ, നിന്നോട് എത്ര പറഞ്ഞാലും ഗുണമില്ല. അനുഭവം കൊണ്ടേ പഠിക്കൂ എന്ന് വെച്ചാ പിന്നെ പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. നീ ആ നമ്പൂതിരിക്ക് കൊടുക്കാൻ വെച്ചിരുന്ന പണം അതിന്റെ ഇരട്ടിയും തിന്നാലേ ആ കപടമാന്ത്രികന് മതിയാവൂ. അതിനെ അയാൾ താമസിപ്പിച്ചുകൊണ്ടിരിക്കും. ഒരു കാര്യം ചെയ്യ്, അയാളുടെ വെക്കുന്ന വല്ലം ഒപ്പിച്ചിട്ട് വീടൊഴിഞ്ഞു തരാൻ പറ. ചത്തുപോയ ആ നമ്പൂതിരിയേക്കാൾ ഇവനെയൊക്കെയാ കുഞ്ഞനാ പേടിക്കേണ്ടത്. മുഴുവൻ സ്വീകരിക്കാൻ തയ്യാറല്ലെങ്കിലും ചേട്ടൻ പറഞ്ഞതിൽ ഒരു കാര്യം കുഞ്ഞനാച്ചൻ സ്വീകരിച്ചു. രുദ്രൻ നമ്പൂതിരിയോട് കാര്യമായൊന്ന് സംസാരിക്കണം. എത്രയും വേഗം ബ്രഹ്മരക്ഷസിനെ ഒതുക്കി സ്വസ്ഥമാക്കണം. വീട്ടിൽ ഒരു നമ്പൂതിരി ബ്രാഹ്മണൻ കുടികിടപ്പ് പോലെ കഴിയാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായി. ആളുകൾ അതുമേതും പറയാൻ തുടങ്ങിയിരിക്കുന്നു. ഏതായാലും ഇനി ഒരാഴ്ചയ്ക്കുള്ളിൽ എല്ലാം ഒന്ന് അവസാനിപ്പിക്കാൻ തിരുമേനിയോട് പറയുക തന്നെ വേണം. യാതൊരു മുഷിലും ഉണ്ടാകാതെ വേണം അത് സാധിക്കാൻ. വൈകുന്നേരത്തെ ഭക്ഷണവുമായി ലാലിയാണ് രുദ്രന്റെ മുറിയിലെത്തിയത്. പാലും പഴങ്ങളും.
എന്തുകൊണ്ടോ ആ ദിവസത്തിന് ശേഷം അതൊക്കെ ചെയ്യാൻ അവൾക്കൊരു പ്രത്യേക ഉത്സാഹമാണ്. കേട്ടില്ലെങ്കിലും ആ വീട്ടിലെ കൂടിയാലോചനകളെക്കുറിച്ച് രുദ്രൻ അറിഞ്ഞു. അതറിഞ്ഞപ്പോൾ അയാളുടെ ചുണ്ടിൽ ഒരു ചിരിയുദിക്കുകയും ചെയ്തു. ഒന്നുകൊണ്ട് കരയാച്ചന് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതറിയാതെ അവൻ അമരുന്ന മട്ടില്ല. കരയാച്ചന് വന്നതിനു ശേഷം തന്നോടുള്ള സമീപത്തിന് കുഞ്ഞനാച്ചനിലും ഒരു വ്യത്യാസം വന്നതുപോലെ തോന്നുന്നുണ്ട്. തൽക്കാലത്തേക്കെങ്കിലും രുദ്രൻ മാധവൻ നമ്പൂതിരിയെക്കുറിച്ചും അറിഞ്ഞു. ബ്രഹ്മരക്ഷസിനെക്കുറിച്ചും ആലോചിച്ചില്ല. കരയാച്ചനൊരു അടിയേൽപ്പിക്കണം. രുദ്രൻ നമ്പൂതിരി ആലോചിച്ചുറച്ചു. പകൽ വേഗം എരിഞ്ഞടങ്ങി. സന്ധ്യ. വെന്നിമലയുടെ നെറുകയിൽ ധൂളികൾ വിതറാനെത്തിയ നേരം. പതിവുള്ള നടത്തത്തിന് കറിയാച്ചൻ പയ്യപ്പാടി കവലയിലേക്ക് ഇറങ്ങി. ആ സായാഹ്ന സവാരിക്ക് ഒരു ദുരുദ്ദേശവുമുണ്ട്. കവലയിൽ നിന്ന് ഉഗ്രം വാറ്റുചാരായം കിട്ടും. കട്ടപ്പനയിലെ ദിനചര്യയ്ക്കൊരു മാറ്റം വരുത്താൻ കറിയാച്ചന് കഴിയുമായിരുന്നില്ലല്ലോ. തലയിൽ ചുവന്ന തോർത്തുകൊണ്ടൊരു കെട്ടും കെട്ടി കറിയാച്ചൻ കവലയിലേക്ക് പോകുന്നത് രുദ്രൻ നമ്പൂതിരി കണ്ടു. അയാൾ തിരിച്ചു വരാൻ ഒരു മണിക്കൂറോളം എടുക്കും. ആ ഒരു മണിക്കൂർ തനിക്ക് ധാരാളമാണ്. നേരത്തെ ഒരുക്കി വെച്ചിരുന്ന പൂജാദ്രവ്യങ്ങൾ നിലവിളക്കിന് മുന്നിൽ നിർത്തി. രുദ്രൻ നമ്പൂതിരി നിലവിളക്ക് കൊളുത്തി. തലയിലെ മുറിപ്പാടിൽ വിരലുകൾ ഓടിച്ച് ഒരു ഞൊടിയുടെ ചിന്തിച്ച് തന്റെ ലക്ഷ്യങ്ങൾക്ക് എതിരാണെങ്കിലും കറിയാച്ചനെ തളർത്താൻ ഒരേ ഒരു മാർഗമാണ് എളുപ്പം. എന്തും വരട്ടെ എന്ന് കരുതി അതേ കർമ്മം തന്നെ ചെയ്യാനാണ് തിരുമേനി ഒരുങ്ങിയത്.